ഞാൻ ഒരിക്കലും ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല. എല്ലാ പ്ലാനും അതെ പാളി. ഒരു പ്ലാനും നടന്നില്ല. എന്റെ വീടിന്റെ മുന്നിൽ ബോർഡ് ഉണ്ട് ഇപ്പോഴും, അഡ്വക്കേറ്റ് റമീസ്. എന്റെ വൈഫ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. 3 വർഷം പഠിച്ച കോളേജിനേക്കാളും ഇഷ്ടം ഡിഗ്രാണ്. അതെന്താ? കോളേജിൽ ആക്ച്വലി ഞാൻ ലൈവായിട്ട് ഇങ്ങനെ പറയണോണ്ടാണ് എനിക്ക് അതിന്റെ റീസൺ ഉണ്ടാവല്ലോ. ആ റീസൺ ആണ് ശരിക്കും കെയിൻ ഡ്രൈവിന്റെ പാർട്ടാവാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ 20യുടെ ഭാഗമാവുന്നതിന്റെ ഒരു റീസണും കൂടെ പറയാം. അപ്പൊ അതും കൂടെ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ ചോദിച്ചത്. കൺസൾട്ടന്റ് ഒരു ബിസിനസ്സിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ എന്താ പ്രശ്നമുള്ള ഫൗണ്ടർ പറയും, എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ് കൂടുന്നില്ല, സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റു സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേ പെർസ്പെക്ടീവിൽ അറ്റ് എ ടൈം ഇതെല്ലാം ഒരുമിച്ച് തലക്കൂടെ കൊണ്ടുവരും. ഓക്കെ, മേ ബി പ്രൊഡക്റ്റിൽ അത്ര ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഗോ ത്രൂ. അല്ല, പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആണെന്നല്ല, പെർഫെക്റ്റ് ആണെന്നല്ല, മേ ബി പിവറ്റ് ചെയ്യാം. മേ ബി ഒരു ആമസോൺ ഒരു ബുക്ക് സെല്ലറിൽ നിന്ന് സെല്ലിങ് വരുത്തി. അപ്പോ അത് അന്നേ പുള്ളി എല്ലാവരും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും സമ്മതിക്കില്ലായിരുന്നു. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള 5 ഗസ്റ്റ് ആണ്. 5 ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇവർ 5 സൂപ്പർ ആയിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ 5 പേരെയും സൂപ്പർ എന്ന് പറയുന്നതിന്റെ റീസൺ, നമ്മൾ മുന്നേ ഒരു അപ്ലിക്കേഷൻ ഫോം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രൈവിലേക്കുള്ള ആദ്യത്തെ ഹയറിങ് അല്ലെങ്കിൽ സൂപ്പർ 20 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് 500-ൽ കൂടുതൽ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആ ടോപ്പ് 1% ആ ആളുകളെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ, ഇന്നത്തെ ഈ കോൺവെർസേഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂപ്പർ 20യിലെ 5 പേരെ ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവർ ഓരോരുത്തരെയും എന്താണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്, എന്താണ് അവരെന്നുള്ളത് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമുക്ക് സ്റ്റെഫിനിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റെഫിൻ കണ്ണൂരുകാരനാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കാണ്. ബാക്കി സ്റ്റെഫിൻ എന്താണ്, എന്ത് സ്റ്റെഫിൻ ബിൽഡ് ചെയ്തു എന്നുള്ളത് സ്റ്റെഫിൻ തന്നെ പറയും. കണ്ണൂർ നാട്ടിലാണ് കണ്ണൂര്. ഞാൻ കൂടുതലായിട്ട് ഈ കേരളത്തിലെ കൊച്ചി, തൃശ്ശൂർ ഭാഗത്താണ് കൂടുതൽ ഉള്ളത്. കാരണം തൃശ്ശൂർ, കൊച്ചിയാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ ബിസിനസ് ആൻട്രപ്രണറൊക്കെ കൂടുതലുള്ളത്. 2018 ഞാൻ കൺസൾട്ടിങ്ങിലേക്ക് ഇറങ്ങുന്നത്, ബിസിനസ് കൺസൾട്ടിങ്. ഇപ്പോൾ 8 years ആയി. ഞാൻ സംരംഭകർക്ക് കുറച്ച് ആശയം പറഞ്ഞു കൊടുക്കും. അവരവരുടെ ബിസിനസ്സിൽ അത് ചെയ്യുമ്പോൾ അത് വിജയിച്ചു. അതൊരു കൂടുതൽ ആൾക്കാരിൽ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് പ്രൊഫഷനാക്കി എടുത്തു. ബിസിനസ് കൺസൾട്ടിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഈ മാർക്കറ്റിൽ കാണുന്ന IT, ഫുഡ് ഇൻഡസ്ട്രി, ടെക്, ക്രിപ്റ്റോ, റെസ്റ്റോറൻറ്റ് ചെയിൻ, എഡ്യൂക്കേഷൻ സെക്ടർ, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, അങ്ങനെ വേൾഡ് ഗ്ലോബലി എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട്. ആ രംഗത്തുള്ള ബിസിനസ്സുകൾ ഒരു കൺസൾട്ട് ചെയ്ത് വിജയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഇൻട്രോ. അടുത്തത് കെയിൻ എന്ന് തന്നെയാണോ പറയാറ്? പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാ? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണ്. ആക്ച്വലി എന്റെ പേരിന് ഞാൻ ഈ ഒരു 2 വർഷം ടൈമിൽ വരെ ഇപ്പോഴാണ് ആക്ച്വലി എന്റെ പേര് പ്രോപ്പറായിട്ട് ആൾക്കാർ പ്രൊണൗൺസ് ചെയ്ത് തുടങ്ങി. ഇതുവരെ കുറെ ടൈപ്പിലാണ് ഞാനാണ് പിന്നെ ഒരു ഹുക്ക് കിട്ടാൻ വേണ്ടി ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നല്ലൊരു ആൾക്കാർക്ക് ഒരു ഫ്രണ്ട്ലിനെസ് തോന്നാനൊരു ഇതായിട്ട്. സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 21 years old. ഞാനിപ്പോ ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ളൂ. BC ആണ് പഠിച്ചത്. അപ്പൊ എല്ലാരും ജെൻസി ആണ്. അപ്പൊ നമ്മൾ 5 ജെൻസി സൂപ്പർ യങ്സ്റ്റേഴ്സിന്റെയും കൂടെയാണ് ഉള്ളത്. അപ്പം പറ. സോ ഞാൻ ബേസിക്കലി എനിക്ക് ഒരു പാഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കോളേജ് ടൈമിൽ ടെക്കിൽ നന്നായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഏത് കോളേജിലാ? സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, കൊടകര. എന്താ പഠിക്കുന്നത്? ഞാൻ BC ആണ് പഠിച്ചത്. 3 year കോഴ്സ് ആയിരുന്നു. അപ്പൊ അതിൽ അത്യാവശ്യം കമ്മ്യൂണിറ്റി ഇവന്റ്സ് ആയാലും പിന്നെ ഹാക്കത്തോൺസ്, അങ്ങനെ കുറെ കോമ്പറ്റീഷൻസ്, ബേസിക്കലി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ എല്ലാ പരിപാടികളിലും തലയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി. അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടി എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ അതല്ലാണ്ട് കുറെ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്തു. ടെക് ഫീൽഡ് കുറെ നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അതല്ലാണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കമ്മ്യൂണിറ്റീസാ? സോ ഞാൻ മെയിൻ ആയിട്ട് ഇൻവോൾവ് ആയ ഒരു കമ്മ്യൂണിറ്റി ടിങ്കർ ഹബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അത് ബേസിക്കലി ടെക് ഫോക്കസ്ഡ് ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്കൊരു ബേസിക്കലി അവരുടെ ഒരു മോട്ടീവ് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ സ്റ്റുഡൻസിൽ ഒരു മേക്കർ കൾച്ചർ, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാനുള്ളൊരു ത്വര, അതാണ് അവർ പറഞ്ഞത്. ആ ത്വര ഉണ്ടാക്കാനുള്ളൊരു കമ്മ്യൂണിറ്റി പോലെ. അപ്പൊ ഞാൻ എൻ്റെ ക്യാമ്പസിൽ ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു പാർട്ടായിട്ട് നടത്തി. ഒരു 150-160 സ്റ്റുഡൻസിനെ എൻ്റെ ക്യാമ്പസിൽ റൺ ചെയ്തു. അപ്പൊ എൻ്റെ ക്യാമ്പസിൽ എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 60 കോളേജസിന്റെ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് ബേസിക്കലി ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി. സോ അതിന്റെ ഭാഗമായിരുന്നു.
പിന്നെ IDC അങ്ങനെ ചെറിയ കമ്മ്യൂണിറ്റീസ് വേറെയും ചെറിയ പാർട്സ് ആയിരുന്നു. പക്ഷെ എൻ്റെ കോളേജിൽ മെയിനായിട്ട് ടിങ്കർ ഹബ് ആയിരുന്നു റൺ ചെയ്ത കമ്മ്യൂണിറ്റി. ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണോ അല്ലേ എന്നുള്ള തീരുമാനിക്കണം. ടിങ്കർ ആണോ സഹൃദയാണോ കൂടുതൽ ഇഷ്ടം? ടിങ്കർ ഹബ് ഉറപ്പായിട്ടും. 3 വർഷം പഠിച്ച കോളേജിനേക്കാളും ഇഷ്ടം ടിങ്കർ ആണ്. അതെന്താ? കോളേജിൽ ആക്ച്വലി ഞാൻ ലൈവായിട്ട് ഇങ്ങനെ പറയണോണ്ടാണ് എനിക്ക് അതിന്റെ റീസൺ ഉണ്ടാവല്ലോ. ആ റീസൺ ആണ് ശരിക്കും ക്രേവിന്റെ പാർട്ട് ആവാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ 20യുടെ ഭാഗമാവുന്നതിന്റെ ഒരു കോർ റീസണും കൂടെ പറയാം. അപ്പൊ അതും കൂടെ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ ചോദിച്ചത്. ബേസിക്കലി നമുക്കൊരു ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പോയിരുന്ന എനിക്ക് അവിടെ ഒരു ബിലോങ്ങിങ് ഫീൽ ചെയ്തില്ല. ഞാനൊരു തോട്ട് ഇടുമ്പോ ആ തോട്ടിനായിട്ട് ഒരു കണക്ഷൻ ഇടാനുള്ള ആൾക്കാർക്ക് പറ്റണില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു എന്റെ രീതിയിൽ അല്ലാണ്ട് ഒരു വാല്യൂബ്രേഷൻ തോന്നണ്ടായില്ല. കോളേജ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു? പ്രശ്നമില്ല, ഈ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നത്. അത് അതുകൊണ്ട് 3 വർഷം അങ്ങനെ പോയി. അപ്പൊ ആ വാല്യൂ ക്രിയേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കൊരു ഫസ്റ്റ് സ്പേസ് അതായിട്ട് കിട്ടി. എൻ്റെ ഒരു സെക്കൻഡ് ഇയറിലായപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു സ്പേസ് കണ്ടുപിടിച്ചപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഒരു കോളേജിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് അവിടെയാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വന്നത്. അടുത്തത് അബ്ദുൽ ഖാദർ. ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ തവണ മീറ്റ് ചെയ്തത് അബ്ദുലിനായിരിക്കും, കൊച്ചിയിലായതുകൊണ്ടല്ലേ? അതെ അതെ. സോ ശരിക്കും നാട് കണ്ണൂരാണ്, കണ്ണൂർ തന്നെയാണ്. ഞാൻ രണ്ടാമത്തെ കണ്ണൂരായിരുന്നേ നമ്മുടെ. അതെ അതെ, ഞാൻ കണ്ണൂരിൽ പയ്യന്നൂർ എന്ന് പറയും. അപ്പോൾ കറന്റ് ഞാനിപ്പോ ടെക്കിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ എൻ്റെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കൂലേ, എന്തെങ്കിലുമൊക്കെ സെല് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇ-കൊമേഴ്സ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനും +2 കഴിഞ്ഞ് നിൽക്കുന്ന 10 കഴിഞ്ഞ് നിൽക്കുന്ന പീരീഡിലാണ് ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10 കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ സംസാരിച്ചു ഇ-കൊമേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ അന്ന് സംസാരിക്കുന്നത് സ്നീക്കേഴ്സ് സെല് ചെയ്യാന്നായിരുന്നു. അന്ന് ഇ-കൊമേഴ്സ് ഓൺലൈനിലാ. അതെ, സ്നീക്കേഴ്സ് സെല് ചെയ്യാൻ. അതപ്പോ അന്ന് 7A ക്വാളിറ്റി, 6A ക്വാളിറ്റി, 5A ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന മൾട്ടിപ്പിൾ ക്വാളിറ്റീസിൽ പ്രൊഡക്ട്സ് അന്ന് സെല് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ കുറേ പേജസ് ഉണ്ടോ അങ്ങനെ സെല് ചെയ്യുന്നത്, ഹോൾസെയിലായിട്ട് സെല് ചെയ്യുന്നത്. അവരായിട്ട് കണക്ട് ചെയ്തു. ഞങ്ങൾ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ബിൽഡ് ചെയ്തു. ബ്രാൻഡഡ് സ്റ്റോർ എന്നായിരുന്നു അതിൻ്റെ പേരുണ്ടായത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് സർവീസിലേക്ക് വരുന്നത്. സർവീസിലേക്ക് വന്നപ്പോഴും ട്രേഡ് മാർക്സ് ആണ് സർവീസായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കോളേജിൽ പഠിക്കുന്ന പീരീഡിൽ. ട്രേഡ് മാർക്സ് എന്ന് പറയുമ്പോൾ ട്രേഡ് മാർക്ക് എടുത്തു കൊടുക്കുക, അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക. എന്താ പഠിച്ചപ്പോ? ഞാൻ B.Com ആണ്. ഞാൻ അക്കൗണ്ടാണ് പഠിച്ചോണ്ടിരുന്നത്. B.Com-ഉം ട്രേഡ് മാർക്കും ബന്ധമില്ല. ഞങ്ങളുടെ പണിയാണ്, ഞങ്ങൾ ലോയേഴ്സ് എടുക്കുന്ന പണിയാണ്. അത് ബന്ധമില്ല. ഞാൻ ഇവിടെ കൊച്ചിയിലുള്ള ഒരു ഫേമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ലീഗൽ ഫേം ആണോ? ആ, ലീഗൽ ഫേമാണ്. ബിസ്പോൾ എന്നുള്ളൊരു ഫേമാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കമ്പനീസിനെ ഇൻബൗണ്ട് കൊണ്ടുവരും. ഞങ്ങൾ ആ നെറ്റ്വർക്കിൽ പോയിട്ട് ആൾക്കാരെ സംസാരിച്ചിട്ട് ഇൻബൗണ്ട് വരും. ഞങ്ങളത് ഇവരറിയാത്ത രീതിയിലാണ് ഞങ്ങൾ ചെയ്യുക. അതൊരു കോൺട്രാക്ടർ പോലെ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു ലബോറട്ടറി ഫേമിൽ. നമ്മൾ അവിടെ ചെയ്തതാണ് ഒരു 5x ഗ്രോത്തിലേക്ക് വരുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റിഗ്മയൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെയാണ് ഞാൻ ടെക്കിലേക്ക് വരുന്നത് തന്നെ. ടെക്കിലേക്ക് വരാൻ ഇപ്പോൾ തിങ്കർ സ്പേസ് പറയുന്ന പോലെ തന്നെ തിങ്കർ സ്പേസ് എൻ്റെ ലൈഫിൽ ഒരു ഹ്യൂജ് പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് എല്ലാവരും സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു ടെക് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, ഒരു സാസ് ബിൽഡ് ചെയ്യണം എന്ന രീതിയിൽ ഞങ്ങളൊരു ടൂൾ ബിൽഡ് ചെയ്തു, റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അത് ലോക്കൽ സ്റ്റോഴ്സിലുള്ള റിവ്യൂസ് കളക്ട് ചെയ്യാനുള്ള ഒരു ടൂളായിരുന്നു. അത് നമ്മൾ ബിൽഡ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ബിൽഡ് ചെയ്യാം, ടെക്കിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തിങ്കർ സ്പേസിൻ്റെ ബിൽഡ് റെസിഡൻസ് പ്രോഗ്രാമിലേക്ക് എത്തണത്. അവിടുന്ന് എന്താ പ്രോഗ്രാമിന്റെ പേരെന്താ? ബിൽഡ് ഇൻ റെസിഡൻസ് ആയിരുന്നു. ബിൽഡ് ഇൻ റെസിഡൻസ് എന്താണ് പ്രോഗ്രാം? കോഹോർട്ട് പ്രോഗ്രാം ആയിരുന്നു അത് ശരിക്കും. ബേസിക്കലി അവിടെ ആൾക്കാർ വരും, മൾട്ടിപ്പിൾ ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ പല ടൈപ്പ് ഓഫ് ഐഡിയാസ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ബിൽഡ് ചെയ്യാം. കുറേ മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇൻ ആൻഡ് ഔട്ട് അറിയാമെന്നുള്ളതാണ്. ലൈക്ക് അത് ഫ്രീ ആയിരുന്നു, 24 സ്പേസ് ആയിരുന്നു അത്. അപ്പോൾ അത് ലിറ്ററലി നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് തിരുത്തേണ്ടത് നമുക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ ശരിക്കും ടെക്കിലേക്ക് വരുന്നത് തന്നെ. ഞാൻ വൈപ്പ് കോഡ് ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് വെച്ചിട്ടാണ് വൈപ്പ് കോഡ് ചെയ്യുന്നത്. കറൻ്റ്ലി ഇപ്പോൾ ഞാനിപ്പം അറൗണ്ട് ഒരു 10+ ഷോപ്പിഫൈ സ്റ്റോഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതല്ലാതെ 2-3 ടൂൾസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്മോൾ ടീം വെച്ചിട്ടുള്ള ഒരു ഏജൻസി റൺ ചെയ്യാണ്. അതുമാത്രമല്ല ആള് മൊബൈൽ കവറിന്റെ ഒരു സംഭവം ചെയ്തില്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മൊബൈൽ കവറിൻ്റെതായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് സ്നീക്കേഴ്സ് വെച്ചിട്ട്, പിന്നെ മൊബൈൽ കവേഴ്സ് നമ്മളെ അന്ന് എന്തൊക്കെ കിട്ടും അതൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. അന്ന് 3G-ലൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. മൈജിയുടെ മുമ്പ് 3G സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് കൂടെ ചെയ്യേണ്ടി വരുമല്ലോ.
ഇതിന്റെ ഇടയിൽ ഇനി വേറെ പരിപാടി ഇല്ലേ, റീഡ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ ഈ കോഡ് ചെയ്ത്, അതായത് കോഡ് വൈറ്റ് കോഡിങ് പഠിച്ച പഠിച്ചതിന് പേരിലാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ത്വര വന്നത്. അപ്പോൾ ചെയ്തിട്ടുള്ള 2-3 സാധനങ്ങളുണ്ട്. അന്ന് പണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, അതേപോലെ ഫുണ്ടാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് ബോട്ട്, അല്ലെങ്കിൽ റീഡ് മൈ ബ്ലഡ് എന്ന് പറയുന്നത് ഞാൻ ലബോറട്ടറിയിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ആളുകൾക്ക് ബ്ലഡ് റിപ്പോർട്ട് വായിക്കുക എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു മെട്രിക്കൽ രൂപത്തിലാണ്. അത് എനിക്ക് എന്തുകൊണ്ടോ എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിന് എനിക്ക് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ നമ്മൾ നോർമലി ഒരു റിപ്പോർട്ട് കാണുന്നത് എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു വിഷ്വൽ റിപ്പോർട്ട് കാണുന്ന പോലെ, അപ്പം എവിടെയാണ് മോശം, എന്താണ് മോശം എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയാണ് ഞാനത് ബിൽഡ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്ന ഒരു 3-4 മണിക്കൂർ കൊണ്ടുള്ള വൈറ്റ് കോഡിങ്, അതും തിങ്കറിലുള്ള കുറേ ആൾക്കാരെ നമ്മളെ മെൻറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഫുഡ് എന്താണ്? ഫുഡ് ലിറ്ററലി ഒരു അൺസെൻസേർഡ് ചാറ്റ് ബോട്ട് ആയിരുന്നു. അത് നോർമലി നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമ്മളോട് ചാറ്റ് ചെയ്യില്ല, ലൈക്ക് ഇത് നല്ലതായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലെന്നായിരുന്നു. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തത് ഒരു അൺസെൻസേർഡ് വേർഷൻ ആയിരുന്നു. അപ്പം നമ്മൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തിരിച്ച് തെറിയും വിളിക്കും, ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളായിരുന്നു. ഒരു ഫൺ വേണ്ടി ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഫുഡാന്നിട്ട് അത് ഒരു ഫ്രണ്ടിന്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. വേണമെങ്കിൽ ഫണ്ടാന്നും വിളിക്കാല്ലേ, എങ്ങനെ വിളിക്കാം. അപ്പം ആ സമയത്ത് ഡൊമൈൻ നോക്കിയ സമയത്ത് ഈ ഫുണ്ടാന്ന് പറയുന്നത് നെതർലാൻഡിലെ ടോപ്പ് കമ്പനിയാണ് ഫർണിച്ചറിന്റെ. ഡൊമൈൻ നമുക്ക് കിട്ടിയില്ല. അപ്പൊ എന്ത് ഡൊമൈൻ എടുത്തു? ഡൊമൈൻ നമ്മൾ അതിന് പകരം നമ്മൾ ഡൊമൈൻ എടുത്തില്ല. അതൊരു ഫൺ പ്രൊജക്റ്റ് ആണല്ലോ, വേഴ്സൽ തന്നെയാണ് അത് ഹോസ്റ്റ് ചെയ്തത് ഫ്രീ ആയിട്ട്. അടിപൊളി. ഫാരിസിലേക്ക് വരാം. സോ ഫാരിസ്, ഞാൻ ആലപ്പുഴയിൽ അരൂർ എന്നാണ്. അരൂർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എറണാകുളം ജില്ലയല്ല, ആലപ്പുഴ ജില്ലയാണ്. പക്ഷെ ആലപ്പുഴ തൊട്ട് എടുത്തിട്ടുമില്ല, എറണാകുളം തൊട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള സ്പേസാണ്. കാരണം നമുക്ക് എറണാകുളമാണ് അടുത്ത്. സോ ബോൺ ഇൻ ആലപ്പുഴ ആണെങ്കിലും ഇവിടെയാണ്, എറണാകുളമാണ്, കൊച്ചിയിലാണ് ബേസ് ചെയ്ത് ഫുൾ വർക്കിങ്ങും ആൾക്കാരെല്ലാവരും കൊച്ചിയാണ്. കാരണം ആലപ്പുഴ കുറച്ച് ലോങ് ആണ്. സോ ബീൻ ടു കൊച്ചി. പഠിച്ചതൊക്കെ കോളേജ് തേവര SH-ലായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ എക്സ്പോഷർ കിട്ടി. കോളേജിൻ്റെ എക്സ്പോഷർ, കോളേജ് ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരാളാണ്. കോളേജിൻ്റെ എക്സ്പോഷർ, കോളേജ് ഉച്ചവരെ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ബാക്കി എക്സ്പ്ലോറിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി നടന്നു. അങ്ങനെ ഞാൻ ഡെക്കാത്തലോൺ കുറച്ച് ഇന്റേൺഷിപ്സ് ചെയ്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡെക്കാത്തലോണിലെത്തി. ഫോർ മീ മോർ ദാൻ എ സ്പോർട്സ് ബ്രാൻഡ്, അത് എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോഴും കറന്റ് വർക്കിംഗ് ഇൻ ഡെക്കാത്തലോൺ ഫോർ ദ പാസ്റ്റ് 3 years. സോ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരുപാട് കമ്മ്യൂണിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റി. അങ്ങനെ പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്തു. മേ ബി റമീസിനെ പോലും മിസ്കാനെ പോലും മീറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് കാണുന്നത് അവിടെ നിന്നാണ്. അതിന് മുമ്പ് ഇൻ പേഴ്സൺ അറിയില്ല, ബട്ട് അറിയാം, സ്പേസിൽ ആക്റ്റീവ് സോഷ്യലി കണക്റ്റഡ് ആണ്. പക്ഷെ ഇൻ പേഴ്സൺ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഡിക്കാത്തലോണിന്നാണ്. അങ്ങനെ ഇപ്പോ അത് കഴിഞ്ഞപ്പോൾ കറന്റ്ലി കോളേജ് കഴിഞ്ഞു, 1 year കഴിഞ്ഞു കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ പല സ്റ്റാർട്ടപ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ റീൽ റോൾസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിന്റെ എക്സ്പാൻഷൻ ഹെൽപ്പ് ചെയ്യാണ്. അവരുടെ ഒരു സ്ട്രാറ്റജി എക്സ്പാൻഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാനായിട്ടല്ല, മേ ബി ഒരു ഫൗണ്ടേഴ്സ് ഓഫീസ് ഫോർ ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് മീ. സാഹിൽ. ഓക്കെ, ഞാൻ പഠിച്ചത് NIT കാലിക്കറ്റിലാണ്. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ദർ എന്താ പഠിച്ചേ? മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതാണ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് സയൻസിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സാധനത്തിൽ കയറിയതാണ്. ബട്ട് വെൻ കമ്മിങ് ഔട്ട് ഒരു ക്ലാരിറ്റി ഉണ്ട്, വേർ ഐ വാണ്ടഡ് ടു ഗോ എന്നുള്ള ക്ലാരിറ്റി പിന്നീടാണ് ഗെയിൻ ചെയ്തത് ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു കോളേജ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3rd year 4th year ലൈക്ക് വിത്തിൻ കോളേജ് അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരുന്നു. ഓൾമോസ്റ്റ് മുന്നിൽ തന്നെ എല്ലാം ടേക്കപ്പ് ചെയ്യും, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ആൻഡ് മേ ബി ഒരു 3rd year 4th year ഒക്കെ ആകുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് കോർപ്പറേറ്റ് ഇസ് നോട്ട് ദ സ്പേസ് ഐ വോണ്ട് ടു ഗോ ഇൻ ടു. എനിക്ക് ലൈക്ക് നമ്മൾ ക്യാമ്പസിൽ എടുക്കുന്ന ഓണർഷിപ്പ് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അറ്റ് സം പോയിന്റ് ഐ അണ്ടർസ്റ്റുഡ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണം, ഓർ ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് എ സ്പേസ് വെയർ മൈ വർക്ക് ഇസ് വാല്യൂഡ് റാദർ ദാൻ ഒരു കോർപ്പറേറ്റിൽ ഒരു സിംഗിൾ ജോബ് ചെയ്യണേക്കാൾ വേണമെന്നുള്ള ക്ലാരിറ്റി വന്നു. സോ മൾട്ടിപ്പിൾ സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് ഒരു ഓൾ ഇന്നായിട്ട് പോയിട്ടില്ല യെറ്റ്. ബിക്കോസ് നമ്മൾ ടീമാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു റിസ്ക് മിനിമൈസേഷൻ ഒരു നീഡ്, ലൈക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. സോ മേ ബി ഒരു 1 year വി മൈറ്റ് ഗോ ഓൾ ഇൻ. ആ ഒരു സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. വി ആർ റിസർച്ചിങ് ഓൺ എ മെഡ്ടെക് പ്രോഡക്റ്റ് അറ്റ് ദ മൊമെന്റ്. അപ്പൊ അങ്ങനെയാണ്. എന്റെ ലൈക് ക്യാമ്പസിൽ തന്നെ കണ്ടുപിട്ടിയ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എവിടെയുള്ള കറന്റ് ഒരു ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ആക്കി നിൽക്കാണ്. പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ലൈക്ക് ഇത് ഫുൾ ടൈം ആയിട്ടാണോ ചെയ്യുന്നത് അതോ വർക്കിംഗ് പാർട്ട് ടൈം എവിടെ വർക്ക് ചെയ്യുന്നപ്പോ?
കറന്റ് ഞാനിപ്പോ ഒരു എയിമർ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടെ ഫൗണ്ടേഴ്സ് ഓഫീസിൽ വർക്കാണ്. ഇന്റൻഷൻ ഓഫ് ജോയിനിങ് ദർ വാസ് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഒരു സ്കെയിലിൽ റൺ ചെയ്യുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഒരു ഇൻഡിപെൻഡൻ്റ്ലി ഓരോ സ്ഥലത്താണ്. വി മൈറ്റ് ഒരു സ്പേസിക്ക് ഇവഞ്ച്വലി മൂവ് ചെയ്യും. താമരശ്ശേരിയിലെ ഇപ്പൊ അവിടെയാണോ? താമരശ്ശേരിയാണോ? ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരിയാണ്, ഫ്രണ്ട്സ് ഉള്ളത് പൂനെയിലും അവിടെയൊക്കെയാണ്. സോ ബേസിക്കലി ഇതാണ് 5 പേര്. എനിക്ക് 5 പേരെ അറിയാം. ഇപ്പൊ ഈ 5 പേർക്കും ഈ 5 പേരെ അറിയാമെന്ന് വിചാരിക്കുന്നു. 5 പേരിലും കോമൺ ആയിട്ടുള്ള കാര്യം ബിൽഡിംഗ് ആണ്. 5 പേരും ബിൽഡേഴ്സ് ആണ്, മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ളവരാണ്. ഫോർ സം റീസൺ, മേ ബി മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊജക്ട്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസിസിലായിരിക്കാം. ബട്ട് ഓൾ ഓഫ് യു ആർ ബിൽഡേഴ്സ്. ദാറ്റ് ഈസ് എ റീസൺ വൈ യു ആർ സിറ്റിംഗ് അറ്റ് ദിസ് റൂം റൈറ്റ് അറ്റ് ദി മൊമെന്റ്. അതാണ് റീസൺ. അപ്പൊ നമ്മൾ ഇന്നത്തെ കോൺവെർസേഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഈ ബിൽഡിംഗ് പരിപാടികൾ തന്നെയാണ്. നിങ്ങൾ ഹൗ ടു ബിൽഡ്, വെൻ ടു ബിൽഡ്, വാട്ട് ടു ബിൽഡ്, അല്ലെങ്കിൽ അതിന്റെ വൈ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ Just before that, I would like to ask you the same question. Ramesh bro, how did you ഈ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇപ്പൊ കാണുന്ന രമേശിലേക്ക് എങ്ങനെയാണ് ആയി വന്നത്? ഈ വീഡിയോ ആക്ച്വലി എന്റെ ചാനലിലാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട്, റിലീസ് ചെയ്തെന്നുള്ളതുകൊണ്ട് ബേസിക്കലി എന്റെ ഓഡിയൻസിന് ഇത് അറിയാതിരിക്കാം. ബട്ട് സ്റ്റിൽ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹത്തിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്ന ആളല്ല. ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ടുള്ള ആളായിരുന്നു. സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബെഞ്ചർ എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഓർമ്മ വെച്ച കാലം മുതലേ എല്ലാ എക്സാംസിനും നല്ല സ്കോർ ചെയ്തിരുന്ന, എല്ലാ സ്കോളർഷിപ്പ് എക്സാംസും ക്രാക്ക് ചെയ്തിരുന്ന, എല്ലാ എൻട്രൻസ് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ടീച്ചേഴ്സ് വിശ്വസിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റുഡന്റ് ആയിരുന്നു. ബുദ്ധിജീവി. ബുദ്ധിജീവി അങ്ങനെയൊക്കെ നമ്മൾ ഫ്രണ്ട്സ് വിളിച്ച് കളിയാക്കും. അങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിജീവി എന്നുള്ള വിളി കേട്ടിട്ടുണ്ടോ? കെയിന് കേട്ടിട്ടുണ്ടാവല്ലോ ഇല്ലേ? ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ആരും ക്ലാസ്സിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തതാ. ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം ബേസിക്കലി ഞാൻ 10th വരെ നാട്ടിലും പഠിച്ച്, അത് കഴിഞ്ഞ് ബോർഡിങ്ങിലാണ് പഠിച്ച്. +1 +2 ഒക്കെ ബോർഡിങ്ങിലായിരുന്നു. ഈ 2 സ്ഥലത്തും എൻ്റെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഗ്യാങ് അല്ലായിരുന്നു. അപ്പൊ എൻ്റെ ഗ്യാങ്ങിൽ നല്ലോണം കളിക്കുന്നവരുണ്ട്, ടീച്ചേഴ്സ് നല്ലോണം പറയിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ നടക്കുന്നത് കൊണ്ട് ചീത്തപ്പേര് എന്നും കൂടെ ഉണ്ടാവും. അത് എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ ബുജി എന്നുള്ള പേര് അല്ലെങ്കിൽ ബുദ്ധിജീവി എന്നുള്ള പേര് വരില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിലും ഉണ്ടാവും, കളിക്കാനാണെങ്കിൽ അതിലും ഉണ്ടാവും. എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോൾ പഠിക്കും. ആ ഒരു മൂടായിരുന്നു. അപ്പൊ ബേസിക്കലി കുറെ കാലം എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ കുറെ കാലം ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പിന്നെയും ഒരു ബോധം വെച്ച കാലത്ത് ഡോക്ടർ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും എഞ്ചിനീയർ ആവാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ എഞ്ചിനീയർ ആവണമെന്ന് സീരിയസ് ആയിട്ട് വിചാരിച്ച ഒരു മൊമെന്റിൽ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ കാര്യമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഒരു സ്ട്രെസ്ഡ് മൊമെന്റിൽ എല്ലാ എൻട്രൻസ് എക്സാമുകളും എഴുതുന്നത്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗും മെഡിസിനും മാത്രമല്ല, അതിൽ ലോ എഴുതിയിട്ടുണ്ട്, ഫാഷൻ ടെക്നോളജി എഴുതിയിട്ടുണ്ട്, ഡിസൈനിങ് എഴുതിയിട്ടുണ്ട്, NID-യിലൊക്കെ ഉള്ള. ഞാൻ കുറേ എക്സാമുകൾ എഴുതി. ഓരോന്ന് റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പം ഒരു 4-5 എക്സാം ക്രാക്ക് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു എക്സാം ആയിരുന്നു KLEE, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. അങ്ങനെയാണ് ലോ സ്കൂളിൽ എത്തുന്നത്. അതിൽ ഓൾ കേരള ഒരു 150 ഉള്ളിൽ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജിൽ പോയി ചേരാം. അപ്പം ഗവൺമെൻറ് കോളേജിൽ ചേരണം എന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഗവൺമെൻറ് സ്കൂൾ പഠിച്ചിട്ടില്ല, എല്ലാം പ്രൈവറ്റ് സ്കൂൾസിലാണ് പഠിച്ചത്, CBSE സ്കൂൾസിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പൈസ സ്പെൻഡ് ചെയ്യാതെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ആ സെക്കൻഡ് മുതൽ ഒരു ലോയർ ആവണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, ആ മൊമെന്റ് മുതലാണ് നമ്മൾ ലോയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. ലോ കോളേജ് വെച്ച് പിന്നെ വലിയ 5 വർഷത്തെ കോഴ്സ് ആയിരുന്നു, BBA LLB ഹോണേഴ്സ്. വലിയ സമയം എടുത്തില്ല. അതിന് മുന്നേ തന്നെ മനസ്സിലായി ലോയറായിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാതെ. അങ്ങനെയാണ് പിന്നെ ഞാൻ അടുത്ത പരിപാടി നോക്കാലോ എന്നുള്ളത്. കോഴ്സ് ഡ്രോപ്പ് ചെയ്തില്ല. നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ, PSC പഠിച്ചിട്ട് കിട്ടാത്തവരൊക്കെ PSC ടീച്ചേഴ്സ് ആവും, UPSC പഠിച്ചിട്ട് കിട്ടാത്തവർ UPSC ടീച്ചേഴ്സ് ആവും എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം ബേസിക്കലി എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ടീച്ചിങ് പാഷൻ ആയപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ കുറേ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ 1-2 പ്രോബ്ലംസ് എടുത്ത് സോൾവ് ചെയ്തപ്പോൾ അത് പിന്നീട് ഒരു ബിസിനസ്സായി മാറി. അങ്ങനെ ബിസിനസ്സുകാരനായ ആളാണ്. പിന്നെ ബിസിനസ്സിൽ എത്തിയപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടു, എടുത്തു, ഗോപാലൻ ആ മൂടായി. ഇതായില്ലായിരുന്നെങ്കിൽ ലോയർ ആവുമായിരുന്നു. കാരണം നമ്മുടെ ലൈഫിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടല്ലോ. അതിൽ ചില ടേണിംഗ് പോയിന്റ്സ് ഒക്കെ, ഇനീഷ്യലി ഉള്ള ടേണിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു റൗണ്ട് അബൌട്ടാണ്. നമുക്ക് ഏത് എക്സിറ്റ് വേണമെങ്കിലും എടുക്കാം.
പക്ഷെ ഈ ഓരോ സമയം കഴിയുന്തോറും എക്സിറ്റുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ലോ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും എക്സിറ്റുകൾ കുറഞ്ഞു. പിന്നെ വളരെ കുറച്ച് എക്സിറ്റുകളേ ഉള്ളൂ. ഒന്നെങ്കിൽ ലോയർ ആവാം, അല്ലെങ്കിൽ ഒരു ജഡ്ജ് ആവാം, ഇതും അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവാം. അതിന് പറ്റിയൊരു സാഹചര്യം കോളേജിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഇതും അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെ പോവാം. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു ഒരുപാട് പേര് കോളേജിൽ. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിക്ക് എപ്പോഴും ആ 100 കുട്ടികളുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോകാൻ സാധ്യത ഉള്ളത് എപ്പോഴും മജിസ്ട്രേറ്റ്, ജുഡീഷ്യറി അല്ലെങ്കിൽ ലോയർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ പോകേണ്ട ആളാണ്. പിന്നെ എൻ്റെ പാരൻസും വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് ഇറങ്ങി പിറ്റേന്ന് മുതൽ ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. എല്ലാ പ്ലാനും അതെ പാളി. ഒരു പ്ലാനും നടന്നില്ല. എൻ്റെ വീടിന്റെ മുന്നിൽ ബോർഡ് ഉണ്ട് ഇപ്പോഴും, അഡ്വക്കേറ്റ് റമീസ് എന്ന് പറഞ്ഞിട്ട്. എന്റെ വൈഫ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് വെച്ച സ്റ്റോറി ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് റമീസ് എന്നുണ്ട്, അതിന്റെ അടിയിൽ അഡ്വക്കേറ്റ് ഫാത്തിമ റിൻഷ എന്നുണ്ട്. അതെന്റെ വൈഫാണ്. അപ്പം വൈഫാണ് ആക്റ്റീവ്ലി കോടതിയിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള ആളും. ഞാൻ കോർട്ട് വിട്ടിട്ടില്ല, കോടതി വരാന്തയും കണ്ടിട്ടില്ല. അപ്പം ബേസിക്കലി ഈ ബോർഡ് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നതിന്റെ തലേന്ന് ഉപ്പ തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രീസിൽ പോയിട്ട് അവിടെ പോയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഉപ്പ വെച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ ഹൈക്കോർട്ടിലാണ്, എറണാകുളത്താണ് നമ്മൾ ഗ്രാജുവേറ്റ് ആവുക. അവിടെ നിന്നാണ് നമുക്ക് ഗ്രാജുവേഷൻ സെറമണി ഒക്കെ ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയപ്പോൾ നമുക്ക് സർപ്രൈസിങ് ആയിട്ടാണ് ഇതൊക്കെ ഒരുക്കിയത് വാപ്പ പറഞ്ഞ് കാണിച്ചു തരുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഉപ്പ പറഞ്ഞ് കോടതിയിൽ പോയല്ലേ, ഞാൻ ഫുൾ വിളിച്ച് പറഞ്ഞ് ശരിയാക്കിയാണ്. അതായത് നമ്മളൊരു സീനിയർ അടിയിൽ ജൂനിയറായി പോകണം. അപ്പൊ ഉപ്പന്റെ കണക്ഷൻസ് ഒക്കെ വെച്ച് ഉപ്പ അവിടുത്തെ ടോപ്പ് അഡ്വക്കേറ്റ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നീ ചൂസ് ചെയ്തോന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അന്ന് ഓൾറെഡി ഇന്റർവ്യൂവിൽ നമ്മൾ തുടങ്ങിയിട്ട് അത്യാവശ്യം സ്കെയിലായിട്ടുണ്ട്. ഒരു 100 അറൗണ്ട് എംപ്ലോയീസ് തോന്നുന്നു 2021 ലാസ്റ്റ് 22 ബിഗിനിങ് സമയത്ത്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ കോടതി പോകുന്നില്ല, ഞാൻ ഇപ്പോൾ കോടതി കൊണ്ടു തന്നെ, എനിക്ക് ഇന്റർവ്യൂവിൽ പോയിട്ട് പണി എന്തൊരു മീറ്റിംഗ് ഉണ്ട്, നേരെ വൈകി ഞാൻ പോകട്ടെ എന്ന് ഒറ്റ ഇറക്കിറങ്ങിയതാ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അന്ന് ഉപ്പ ഒരുപാട് ആഗ്രഹിച്ച് വെച്ചൊരു ബോർഡല്ലേ, അതവിടെ ഇരുന്നോട്ട് ഞാൻ വിചാരിച്ചു. അതിൽ കൂടെ വരാറില്ല, ഇത് വരാറില്ല. ആളോ കേസ് വരും, കേസ് ഇഷ്ടംപോലെ വരും. വൈഫ് ആൻഡ് കോട്ടിട്ടുണ്ടോ? ഇല്ല ലാസ്റ്റ് കൊണ്ടിട്ട ഗ്രാജുവേഷൻ ആണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കൂട്ടിട്ടത് ഗ്രാജുവേഷന്. ഞാൻ സാധാരണ ഈ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് മൂഡ് കോഡ് എന്ന് പറഞ്ഞ പരിപാടി, ഈ മോക്ക് കോഡ്സ് അന്ന് കുട്ടികൾ കൂട്ടിടും. ഞാൻ എന്റെ ജീവിതത്തിൽ മോക്ക് കോട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലില്ലാഞ്ഞോണ്ടാണോ എങ്ങനെ അന്ന് ക്ലാസ്സിലില്ലാഞ്ഞോണ്ടാണോ ഇടാഞ്ഞ് കോളേജിൽ പോകാറില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് 2 ഇയർ ആണ് കോളേജിൽ പോയിട്ടുള്ളൂ. പിന്നെ വളരെ റാൻഡംലി ആണ് കോളേജിൽ പോകുന്നത്. അറ്റൻഡൻസ് ഒന്നും അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വിവാദപരമാകും. അതെ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അറ്റൻഡൻസ് മാൻഡറ്ററി ആണ്. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് അതിൽ കുറെ പുനർപരിശോധിക്കേണ്ടി വരും. പ്രശ്നമല്ല, അത് അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം കാലങ്ങളായിട്ട്. അറ്റൻഡൻസ് ഒന്നും വലിയ വിഷയമില്ല. പിന്നെ അറ്റൻഡൻസ് ഇല്ലാതെ എക്സാം എഴുതിയതല്ല, അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരു തവണ പോലും കണ്ടോണേഷൻ അടച്ചിട്ടില്ല. അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അറ്റൻഡൻസ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ്. നിങ്ങളെപ്പോലെ തന്നെയാണ്, പക്ഷെ നിങ്ങളിപ്പോൾ ആ സ്റ്റേജിലൂടെ കടന്നു പോവാണെന്നുള്ളൂ. ആ അൺസർട്ടൈനിറ്റീസ് ഒരാൾ പറഞ്ഞല്ലോ എന്താണെന്നുള്ള പ്ലാനില്ല, അത് ഗെയിനല്ലേ പറഞ്ഞേ. അതുപോലെ തന്നെയാ, ഇന്നെന്താണോ അതാണ്, ആ മൂഡിൽ പോയതാണ്. പിന്നെ ഓവർ ദി പീരീഡ് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചതാണ്. ഹസ്ലർ ആയിരുന്നു എനിക്കും ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട് അല്ലേ? ഹസ്ലേഴ്സ്, നിങ്ങളെല്ലാവരും ഹസ്ലേഴ്സ് നമ്മളെല്ലാവരും അങ്ങനെ ഐഡന്റിഫൈ ഉണ്ടാവും ഉള്ളില്. അത് ഒരു സമയം കഴിയും ഐഡന്റിഫൈ ആണെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിലെ മുതിർന്ന ആളെന്നുള്ള സ്റ്റെഫിൻ തന്നെ പറ. ഹസ്ലർ ആണെന്ന് ചോദിച്ചാൽ ഹസ്ലർ ആണെന്ന് സ്വയം ചിന്തിക്കുന്നു. പുറമെ നോക്കുന്ന ഒരു വ്യക്തിയെ പറയണ്ടേ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ കൺസൾട്ടിങ് പറഞ്ഞല്ലോ, ഇത്ര ചെറുപ്പത്തിലെ ഒരു കൺസൾട്ടന്റ് ആവാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? കൺസൾട്ടന്റ് 2 തരത്തിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് പ്ലസ് അല്ല, ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള കൺസൾട്ടന്റ്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് കൺസൾട്ടന്റ് ആയി മാറിയ വ്യക്തിയാണ്. അപ്പോൾ എന്ത് എക്സ്പീരിയൻസ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സംരംഭകരുടെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അന്നും ഇന്നും നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 50+ ഏജുള്ള ആൾക്കാരേ ഉള്ളൂ. ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് രംഗത്ത് നന്നായി കയറി ഇറങ്ങി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ട വ്യക്തികളാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ കോൺവെർസേഷനിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ സർക്കിളിൽ ഇരിക്കുമ്പോൾ കോൺവെർസേഷൻ കേട്ട് നമ്മൾ ഫസ്റ്റ് സജഷൻസ് പറയാൻ തുടങ്ങി. വൈ കുഡ് യു ഡു ദിസ്, ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ? അത് ചെയ്ത് നോക്കിയപ്പോൾ വിജയിച്ചു, ആ സ്ഥാപനത്തിൽ വിജയിച്ചു. ഇത് പല ആൾക്കാരിലും വന്ന് ചോദിക്കാൻ തുടങ്ങി, സ്റ്റെഫൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എന്താ ചെയ്യാം? അതായത് സ്ട്രാറ്റജീസിന്റെ സക്സസ് റേറ്റ് ആണ് അതിലേക്ക് എത്തിച്ചത് പക്ക. സോ യു റിയലൈസ് ദാറ്റ് ഇൻഡ്യൂഷന്റെ സക്സസ് റേറ്റ് കൂടുതലാണ് അല്ലേ?
എന്ന് ചിന്തിക്കുന്നു. അതാവട്ടെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒരു ഫൗണ്ടർ ആയി കഴിഞ്ഞ ഒരു ബിസിനസ് സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി കൂടുതലല്ലേ? അതിന്ന് ശരിയായിരിക്കാം. പക്ഷേ ഇൻ കേസ് എന്ന് വെച്ചാൽ ഇൻറ്റ്യൂഷനിലുപരി കണക്കുകളിലാണ് ഞാൻ കൂടുതൽ എനിക്ക് ഇതുള്ളൂ, താല്പര്യമുള്ളൂ. കണക്ക് ഓക്കെ ആണെങ്കിൽ യെസ് ലെറ്റ്സ് ഗോ. അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ വെച്ച് ചെയ്തിട്ട് നമുക്ക് അപ്പം സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ കൺസൾട്ടിങ് ആണെന്ന് തോന്നുന്ന റീസൺ എന്താ? അങ്ങനെയില്ല, സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യരുതെന്നല്ല, ചെയ്യാം, ഇനിയും ചെയ്യാം. ഏജ് ഇല്ലല്ലോ, പ്രായമില്ലല്ലോ. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. എന്നോട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു 6-8 months ആയിട്ട് സംവർ അറൌണ്ട് ഒരു 30-40+ ഫൗണ്ടേഴ്സ് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഈ കൺസൾട്ടിങ് പരിപാടികളായിട്ട്. അപ്പൊ എനിക്ക് അതായത് ഞാൻ ഫ്രീ ആണ്, അപ്പം പറ്റുമെങ്കിൽ കൺസൾട്ട് ചെയ്തോളൂ, പേ ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്നേ വരെ ഒരു കൺസൾട്ടിങ് പോലും സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടിങ് ഈസ് ഫോർ സീനിയേഴ്സ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. അതായത് അതൊക്കെ ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ചെയ്യേണ്ട പരിപാടിയാണ് എന്നുള്ളതിലേക്ക് അതാണ് ഒരു റീസൺ ഉള്ളത്. രണ്ടാമത്തത് ചില ഇൻഡസ്ട്രികളൊക്കെ നമുക്ക് പഠിച്ചിട്ട് വേണം നമ്മളത് പറഞ്ഞു കൊടുക്കാനായിരിക്കും. ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ഈസിയാണല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ നോളജ് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഒരു കൺസൾട്ടന്റ് ആയി കഴിഞ്ഞാൽ എന്റെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി അത് ബാധിക്കും എന്നുള്ളൊരു പേടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് തീരെ തൊടാത്തത്. കൺസൾട്ടിങ് എൻഡ് ഓഫ് ദി ഡേ ബിസിനസ് ഫെയിൽ ആയാലും സക്സസ് ആയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് റിസ്ക് ഇല്ല. അപ്പോൾ ശരിക്കും അങ്ങനെ സംഭവം ഉണ്ടോ? കൺസൾട്ടിങ്ങിൽ ആ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയെ ബാധിക്കുമോ? കൺസൾട്ടിങ്ങിൽ റിസ്ക് ടേക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കൺസൾട്ടന്റ് പറയുന്ന ആശ്രയിച്ച് ഇരിക്കും ആ കമ്പനിയുടെ ഫൗണ്ടർ അടക്കം തീരുമാനം എടുക്കുന്നത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ. കാരണം ആ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഫൗണ്ടറുടെ തലയിലേക്കായിരിക്കും എല്ലാം വരുന്നത്. അപ്പോൾ ഫൗണ്ടർ കൺസൾട്ടന്റിനോട് വയ്ക്കും. കൺസൾട്ടന്റ് പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൺസൾട്ടന്റിന് മെന്റലി ഡിപ്രസ്ഡ് ആയി ഫിസിക്കലി ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അത് പേഴ്സണൽ ആണ്. ചിലർക്കാവാം, ചിലർക്കാവില്ല. ഇപ്പൊ നാട്ടിൽ ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട്. ഇവരെ കൺസൾട്ടേഷൻ വെച്ചിട്ട് പൂട്ടിപ്പോയ കമ്പനികളുണ്ട് ഇഷ്ടംപോലെ. ഫൗണ്ടേഴ്സിന് ഡിപ്രഷൻ ഉണ്ടാവുമായിരിക്കും. കൺസൾട്ടന്റുമാർ ഇയാൾ പോയി കഴിഞ്ഞാൽ അടുത്ത കമ്പനി. ഒരു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒരു കോർ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ദിസ് ഇസ് മൈ കമ്പനി ടു എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സ്ട്രാറ്റജി ഇട്ടാ സ്ട്രാറ്റജി വെക്കുള്ളൂ, അടുത്ത സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോകത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി അതിന് ഉത്തരം പറയേണ്ട അബ്ദുല്ല. എങ്ങനെ കൺസൾട്ടിങ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റ് അല്ലേ? കൺസൾട്ടിങ് അല്ല, മോർ ഇൻ ടു ഗ്രോത്ത് ബട്ട് സർവീസ് അല്ലേ? അതെ, സർവീസ്. അങ്ങനെ സർവീസ് കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ബാല്യം നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയുണ്ട്. അങ്ങനെ തോന്നുന്നില്ല. CTO ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അല്ല അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. രണ്ട് ഡിഫറെന്റ് ഗെയിമാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഓൾ ഇന്നാണ് രണ്ടിലും. പക്ഷെ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ പോലും നമ്മൾ സ്വപ്നം കാണുന്ന പോലും അല്ല പറഞ്ഞു നമ്മളിപ്പോൾ ഉറക്കത്തിൽ പോലും സ്വപ്നം കാണാൻ ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി ആയിരിക്കാം. അതിൽ ചെയ്യാവുന്ന ആൾട്ടറേഷൻ ആക്കാം, ഇതിനെങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് സ്വന്തം പ്രൊഡക്റ്റ് ആണോ അതോ ഈ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്വന്തം പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഈവൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഒരു സ്പെസിഫിക് അല്ല, ചെറിയ എന്താ പറയാ, ചെറിയ ഏരിയാസ് മാത്രമേ നമ്മൾ കവർ ചെയ്യുക. ഈവൻ ഓപ്പറേഷൻസ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ഗ്രോത്ത് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആ നീഷാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ നീഷ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈവൻ ഒരു കൺസൾട്ടന്റിന് ഒറ്റ ഫേം അല്ലല്ലോ ഉള്ളത്, മൾട്ടിപ്പിൾ ഫേംസ് ഉണ്ടാവും. ഫോക്കസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫേംസിന്റെ മൾട്ടിപ്പിൾ നീഷസ് ആയിരിക്കാം. അതിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. പക്ഷെ മറ്റേത് നേരെ തിരിച്ചാണ്, ഓൾ ഇന്നാണ്. നമ്മൾ അതിൽ എല്ലാം ആലോചിക്കും. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈവൻ എനിക്ക് തോന്നുന്നു നമ്മൾ അതിൽ വരുന്നൊരു DM-ലെ മെസ്സേജ് വരെ നമുക്ക് ഇമ്പാക്ട് ചെയ്യാം. മീൻസ് അതാണ് എൻ്റെ ഒരു സൈഡ്. അത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ കൺസൾട്ടന്റ് ഒരു ബിസിനസ്സിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ എന്താ പ്രശ്നമുള്ളത്, ഫൗണ്ടർ പറയും എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ് കൂടുന്നില്ല, സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റു സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേ പെർസ്പെക്റ്റീവിൽ അറ്റ് എ ടൈം ഇതെല്ലാം ഒരുമിച്ച് തലക്കൂടെ ഓടേണ്ടി വരും. ബെറ്റർ ഡിസിഷൻസ് ഏതിലായിരിക്കും തന്നെ? വാട്ട് യുവർ പോയിന്റ് ഓഫ് വ്യൂ? ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ് ഇപ്പോൾ DM പോലും വന്ന സ്ഥലത്തായിരിക്കുമോ മേ ബി ബെറ്റർ ഡിസിഷൻസ്, ഓർ SUC ഒരു പർട്ടിക്കുലർ സെയിലിന്റെ കാര്യം മാത്രം മേ ബി ഒരു ഫൗണ്ടർ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എടുക്കേണ്ട ഡിസിഷൻ ആയിരിക്കും? വാട്ട് യു സേ? ഡിസിഷൻസ് വാരി. ആദ്യം പറഞ്ഞു. ഞാൻ പറയുവാണെങ്കിൽ അത് സിറ്റുവേഷൻ വേരീസ് ആണ്. എക്സാമ്പിൾ ഒരു ഫൗണ്ടർ സ്റ്റക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻ അത് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ കഴിവുള്ളത്, അവർ എക്സ്പീരിയൻസ് ഉള്ള വേറൊരാളായിരിക്കാം, മേ ബി അത് വേറൊരു ഫൗണ്ടർ ആയിരിക്കാം.
അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഒരു കൺസൾട്ടന്റ് ആയിരിക്കും. സിമിലർ പ്രോബ്ലംസ് മേ ബി വേറെ ക്ലയൻസിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവാം ആ കൺസൾട്ടന്റ്. സ്പെസിഫിക് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ അവർ ആവശ്യം ഉണ്ടാവാം. പക്ഷേ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം. അതാണ് എന്ന് പറഞ്ഞാലും ഇപ്പം ഒരു കൺസൾട്ടന്റിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് എല്ലാ ബിസിനസ്സിലും ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്. പല ബിസിനസ്സിലും പല കാര്യങ്ങളും വന്നിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ സെയിൽസ് കൂട്ടണം. സെയിൽസ് കൂട്ടേണ്ട ഭാഗത്ത് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുത്തു. ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു കമ്പനിയിൽ എടുത്ത ഡിസിഷൻ ആയിരിക്കത്തില്ല മറ്റേ കമ്പനിയിൽ വരുന്നത്. ഫൗണ്ടറുടെ ഭാഗത്ത് നോക്കുമ്പോൾ പുറത്തുനിന്നൊരു കൺസൾട്ടന്റ് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ എടുത്ത ഡിസിഷൻ അവർ അംഗീകരിക്കും, പക്ഷെ മറ്റ് ഡിസിഷൻസ് അംഗീകരിക്കില്ല. അപ്പോൾ ബിസിനസ് അക്കോർഡിംഗ്ലി വാരി ഉണ്ട്, ഇൻഡസ്ട്രീസ് വാരി ഉണ്ട്. ഫൗണ്ടേഴ്സിന്റെയും ഈ പറഞ്ഞ കൺസൾട്ടന്റ് അവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു റാപ്പ് വന്നാൽ മാത്രമേ സംഭവങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുള്ളൂ. കണക്കുകൾ കാര്യം നോക്കി ഓക്കെ ഫൈൻ ലെറ്റ്സ് ഗോ. പക്ഷെ ഓവറോൾ ആവറേജിൽ ഈ കൺസൾട്ടന്റ് ഡിസിഷൻസ് ആണ് കൂടുതൽ ശരിയെന്ന് പറയാൻ പറ്റില്ല. അത് ഇൻഡസ്ട്രി അനുസരിച്ചിരിക്കും, ഇൻഡസ്ട്രിയും അതിന്റെ മോഡൽ അനുസരിച്ചിരിക്കും. ഒരു ഗെറ്റിംഗ് ടു നോ ആൻ ഇൻഡസ്ട്രിയും ഒരു നിങ്ങളൊരു പുറത്തുനിന്ന് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു കമ്പനിക്ക് കയറിച്ചില്ലാണ്. ആൻഡ് അവിടെ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാവും, എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ മേ ബി ഒരു 1 month അല്ലെങ്കിൽ 1 week അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഗെറ്റിംഗ് ടു നോ ദാറ്റ് സ്ട്രക്ചർ ആൻഡ് നമ്മൾ പുതിയതായി കൊണ്ടുവരുന്ന ഒരു സജഷൻ അവിടെ വർക്ക്ഔട്ട് ആവോ ഇല്ലേ ദാറ്റ് ഇസ് ക്വസ്റ്റ്യനബിൾ. ബട്ട് ആ സ്ട്രക്ചർ മനസ്സിലാക്കലില്ലേ, അതൊരു കൺസൾട്ടിങ് POV അത് ലൈക്ക് ഹൗ മച്ച് ഡസ് ദാറ്റ് വർക്ക് ഔട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു കമ്പനി തൃശ്ശൂരുള്ള ഒരു കമ്പനിയിൽ പോയ സമയത്ത് അവിടെ സെയിൽസ് എന്ന് വെച്ചാൽ കൂടുതൽ ക്ലയൻസിലേക്ക് അവരുടെ പ്രോജക്റ്റ് എത്തിക്കണം എന്നായിരുന്നു. കമ്പനിയുടെ പേരും പ്രോജക്റ്റ് ഞാൻ പറയണില്ല. ഓ അടിപൊളിയാണല്ലോ. ഇവിടെ എത്തി സെയിൽസ് കൂട്ടണം എന്ന് എനിക്കുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ട് എന്റെ മൈൻഡിൽ ആ സെയിൽസ് കൂട്ടേണ്ട അല്ല അവിടുത്തെ പ്രോബ്ലം എന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്കൊരു സംഭവം പിടി കിട്ടി. ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച ഓഡിറ്റിംഗ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി 4 കോടിക്കനുസരിച്ച് അടുത്ത് കണക്കുകളിൽ മിസ്റ്റേക്ക് കണ്ടെത്തി. ഇത് ക്ലിയർ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ക്യാഷിൽ പ്രശ്നമൊന്നുമില്ല, കണക്കുകളിൽ എഴുതിയ ബുക്സിൽ മിസ്റ്റേക്സ് ഉണ്ടായി. ഓൾറെഡി ഇന്റേണൽ ടീമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെയിൽസ് വരുന്നതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പൊ എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നിട്ട് എന്നോട് പറയുന്നത് സെയിൽസ് കൂട്ടാനാണ് പറഞ്ഞു. പക്ഷെ സെയിൽസ് കൂട്ടാൻ മാത്രമേ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുള്ള അതേ പ്രശ്നത്തിന്റെ ഡബിൾ പ്രശ്നം ഇനി വരത്തുള്ളൂ. നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യും. എന്ത് ഈ ഫൗണ്ടർ കണ്ണിലൂടെ തന്നെ അനലൈസ് ചെയ്യും. നമ്മുടെ എന്താണ് പറഞ്ഞത് അത് മാത്രമേ ചെയ്യുള്ളൂ. ആ പ്രശ്നം പരിഹരിക്കാൻ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മളൊന്ന് തോണ്ടിയെടുക്കേണ്ടി വരും, അപ്പുറത്തെ സൈഡിൽ തോണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഒരു പുറത്തുനിന്ന് ഒരു ആൾക്ക് വന്നിട്ട് ഇപ്പൊ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അത് 100%. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഫൗണ്ടറാണ്, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ടെക് ഉണ്ട്, പക്ഷെ എനിക്ക് സെയിൽസ് അറിയത്തില്ല, മാർക്കറ്റിംഗ് അറിയത്തില്ല, ഓപ്പറേഷൻസ് അറിയത്തില്ല. ഞാൻ വേറൊരു കമ്പനിയിലെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിനെ ഇന്റേണലി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 10 വർഷം 10-20 വർഷം ഈ മേഖലയിലുള്ള വ്യക്തിയെ കൊണ്ടുവന്ന ആ വ്യക്തി ഫുൾ ക്ലിയർ ചെയ്യും. കാരണം ബിക്കോസ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ്. അപ്പൊ അതത്രേ ഉള്ളൂ. അത് ഞാൻ യോജിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് എപ്പോഴും സിഗ്നൽസ് തരാനേ പറ്റുള്ളൂ. അതായത് ഇതിങ്ങനെയാണ്. അൾട്ടിമേറ്റ്ലി ആ ഡിറക്ഷനും വിഷനും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫൗണ്ടർ തന്നെയാണ്. അപ്പൊ ഫൗണ്ടർക്ക് ഒരു മേ ബി അതിന്റെ ഇനബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ചില സ്കിൽസ് ഇല്ലാത്തതൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ഒരു ആ ജേണിയുടെ പാർട്ടായിട്ട് അത് അക്വയർ ചെയ്തേ പറ്റൂ. അതായത് കാലാകാലവും കൺസൾട്ടന്റ് ബേസിസിൽ ഒരു പരിപാടി ഓടൂല. ഇനീഷ്യലി നമുക്ക് ചില വോയിഡ് സ്പേസസ് ഉണ്ടാവും, അത് ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻസിന് വന്നിട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ആ ഫൗണ്ടർക്ക് വരേണ്ട കുറെ ഗട്ട് ഹെൽത്ത് ഉണ്ട്, ഗട്ട് ഫീലിങ്സ്. ഞാൻ റമീസിനോടാണ് ഫ്രീ കുറെ റീച്ച് ഔട്ട് വരുന്നുണ്ട്, കൺസൾട്ടന്റ് ആയി ചെയ്യുമോന്ന് ചോദിച്ചിട്ട്. അപ്പൊ നോ പറയണത് സീനിയർ സ്പേസസിന് വേണ്ടി വിട്ടേക്കനാണെങ്കിൽ ഞാൻ സീനിയർ ആൾക്കാർക്ക് വേണ്ടി സീനിയർ ആൾക്കാര് ലീഡ് ചെയ്യട്ടെ, അങ്ങനെ കൺസൾട്ടന്റ് മേ ബി ഓക്കെ മേ ബി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് യു വിൽ ബി ഗെറ്റിംഗ് മോർ ആക്സസ് ടു ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് റൈറ്റ്. നിങ്ങൾ ആ ഒരു മേ ബി അവരിപ്പോ പുതിയ പ്രൊഡക്ട്സ് ആണ് ബിൽഡ് ചെയ്യണത്, ന്യൂ ഏജ് തിങ്സ് ആണ്. മേ ബി അവരുടെ ആ പ്രോബ്ലം അറിയുമ്പോൾ മേ ബി കൂടുതൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിൽ ആക്സസ് കിട്ടില്ലേ? കിട്ടും. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിലേക്ക് ആക്സസ് കിട്ടും. ഞാൻ ഇരിക്കാറുണ്ട്, എല്ലാവരും ഇരിക്കാറുണ്ട്, സമയം സ്പെൻഡ് ചെയ്യാറില്ല. അവർക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മേ ബി യു ഓൾസോ ഗെറ്റ് മോർ. അതായത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടി, ഞാൻ ഇത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ, ഇതാണല്ലോ സംഭവിക്കുക ഞാൻ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാല്. മേ ബി ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങളുടെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്. അല്ല, ഐ അഗ്രി, സംഭവം കറക്റ്റ് ആണ്. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരാൾ വരുന്നു, ഞാനത് കൺസൾട്ട് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ ഞാൻ കൊടുക്കുന്നു, എനിക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സ്പോഷർ കിട്ടുന്നു. പക്ഷെ സൊല്യൂഷൻ ബിൽഡ് ചെയ്യുന്നത് എന്റെ ബ്രെയിൻ ആണല്ലോ, അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുക? മേ ബി ഒരു മൾട്ടിപ്പിൾ ഇങ്ങനത്തെ സാധനത്തില് സെയിം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇവർക്ക് സോൾവ് ചെയ്തെടുക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ടാവല്ലോ.
അവര് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം അല്ല, മേ ബി അവരുടെ സൈഡിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും മേ ബി കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നെ. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആൾക്കാരുടെ സോൾവ് ചെയ്ത് കൊടുത്താൽ മേ ബി അതിലൊരു എനിക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളത് ഞാൻ അഗ്രി ചെയ്യുന്നു. എക്സ്പീരിയൻസിൽ യു കുഡ് ബിൽഡ് ഔട്ട് സംതിങ് ഫ്രം ദാറ്റ്. അത് ഒബ്വിയസ്ലി ഇപ്പം ഞാനൊരു പുതിയ ഇൻഡസ്ട്രി ഞാൻ ചിലപ്പോൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് കിട്ടും, എനിക്ക് സ്വന്തമായിട്ട് സാധനം ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആക്ച്വലി ലൈക്ക് റിയലി സ്പീക്കിംഗ് ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടാൻ അത്ര പാടുണ്ടോ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ ഗ്രോത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന്റെ പണി എടുക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കാറ് ഇപ്പൊ ചില പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എയ്മറിനെ പോലെ തന്നെ ഒരു ബി സ്കൂൾ വന്നിരുന്നു ഈ അടുത്ത് തന്നെ 2 days ആയിട്ടേ ഉള്ളൂ. കൊച്ചി ബേസിലല്ല, പേര് പറയാമോ? പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ ഫൗണ്ടേഴ്സ് അത്യാവശ്യം ഒരു 3-4 years ആയി തുടങ്ങിയിട്ട്. അപ്പൊ അവർക്ക് നെക്സ്റ്റ് സ്കെയിലിലേക്ക് പോകണം. അപ്പൊ അവരുടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് അതിന്റെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റിലാണ് അവർക്ക് സ്റ്റെക്ക് ആയി നിൽക്കുന്നത്. അപ്പം സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയല്ല, ഞാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു. അപ്പം ദേവർ ഇംപ്രസ്ഡ്. അപ്പൊ അവർ പറഞ്ഞു അവർ ഇക്വിറ്റി തരാൻ തയ്യാറാണ്, ഇനി അതല്ല പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ക്യാഷ് ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. അതായത് തുടങ്ങിയ സിൻസ് ഇൻസെപ്ഷൻ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള അത്യാവശ്യം ക്യാഷ് ബാക്കപ്പ് ഉള്ള മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ്. അപ്പം ഞാൻ മേ ബി അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ ആളുകളെ ഹയർ ചെയ്യാൻ അവർക്ക് പറ്റും, ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ അവർക്ക് പറ്റും. ബട്ട് അൾട്ടിമേറ്റ്ലി അതുപോലത്തെ ഒരു സാധനം ഞാൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു 80% എഫേർട്ട് എനിക്ക് ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കമ്പനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോർ റിസൾട്ട് എഗെയിൻ അവർക്കാണ് കിട്ടുന്നത്. അപ്പൊ അത് അങ്ങനെ അവർക്ക് കിട്ടരുത് എന്നുള്ള ആഗ്രഹം എനിക്കില്ല. പക്ഷെ എന്റെ ഈ ഏജിൽ ആ എഫേർട്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്താൽ പോരെ എന്നുള്ളതാണ് എന്റെ തോട്ട്. അത് ശരിയാ. പക്ഷെ ഇപ്പൊ നേരത്തെ ചോദിച്ചതിൽ ഒരു അറ്റ് എ ടൈം ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 5-10 ബിസിനസ്സുകളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ ജിയോഗ്രഫിയിലുള്ള കംപ്ലീറ്റ് മാർക്കറ്റ് അനാലിസിസ് നമുക്ക് മനസ്സിലാവും. വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, പുതിയൊരു ഇത് വന്നാലും പെട്ടെന്ന് മറ്റേത് ഫസ്റ്റ് കമ്പനിയിൽ നമ്മൾ മൊത്തം സ്ട്രക്ചർ ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നതിന്റെ 4-1 ടൈം കൊണ്ട് പുതിയ 6ാമത്തെ കമ്പനി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് എ പ്രോബ്ലം, ഇത് ക്ലിയർ ചെയ്താൽ ശരിയാക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഇത് കിട്ടും. ശരിയാണ്. ഇനി ഇതിൽ തന്നെ ഞാൻ വേറെ ആസ്പെക്ട് വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ എക്സ്പീരിയൻസ് കിട്ടുന്നവരുന്നു, ഈ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഏക മാർഗം ഇതാണോ? അല്ല, മേ ബി സ്വന്തം പ്രൊഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് ചെയ്യണതായിരിക്കാം. അതൊരു ഓപ്ഷനാണ്. ഈ ഒന്നുമില്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എടുത്ത് ഡയറക്ട്ലി പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേറെ ഓപ്ഷനാണ്. ഫൗണ്ടേഴ്സ് ഓഫീസ് വേറെ അടിപൊളി ഓപ്ഷനാണ്. മേ ബി അതാണ് കുറച്ചുകൂടെ റിസ്കിയർ ആണ്, മോർ എക്സ്പോഷർ ആണ്, നെറ്റ്വർക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് കിട്ടും. മേ ബി ആക്സസും കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം ഞാനാണെങ്കിലും നമുക്ക് ഫൗണ്ടേഴ്സിനായിട്ട് ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. മേ ബി അവരും ബിസിയാണ്, ബട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മേ ബി ഹയർ ചെയ്യാനും ഭയങ്കര പാടാണ്. അപ്പൊ ഐ സി ലൈക്ക് ഫൗണ്ടേഴ്സ് ഓഫീസ് റോൾ ഇപ്പൊ അങ്ങനെ ഒരു ഇതിൽ ഒരു ഷോർട്ട് കട്ടാണ്. ദേ ആർ നോട്ട് ഹെവിലി സ്പെൻഡിങ് ഓൺ യു. മേ ബി ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പൊ പല ഫേംസിലും ഫൗണ്ടേഴ്സ് ഓഫീസായിട്ട് കയറിയേക്കണ ഒരു ഫ്രീ ആയിട്ട് തന്നെ കയറിയേക്കണേ, മോണിറ്ററി ബെനിഫിറ്റ് നോക്കിയിട്ടല്ല. അപ്പൊ അവർക്കും ഇതില്ലാത്ത ഒരു കൂടെ കൂട്ടും. മേ ബി ഈ ഫുൾ നെറ്റ്വർക്ക് എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അവരുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആക്സസ് ഉണ്ട്. ഇവൻ ഫിനാൻഷ്യൽസ് പോലും ആക്സസബിൾ ഉള്ള എന്റെ ബ്രദറും ആള് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കും അത്ര ഓപ്പൺ ആണ് അവരുടെ ഫിനാൻഷ്യൽസ് സാധനങ്ങൾക്ക്. അപ്പൊ എക്സ്പോഷർ ഈ ഫൗണ്ടേഴ്സ് ഓഫീസ് പോലുള്ള റോൾസും കിട്ടും. സോ മേ ബി അപ്പൊ അത്രയും ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ CEO ആയ സമയത്ത് എന്റെ COO ഉണ്ടായിരുന്നു, രാഹുൽ ആക്ച്വലി കൺസൾട്ടന്റ് ആയിരിക്കുമ്പോഴാണ് ഇന്റർവ്യൂലേക്ക് വരുന്നത്. രാഹുൽ എയ്മറിൽ ക്ലാസ് എടുക്കാനൊക്കെ വരുന്നത്. അപ്പം രാഹുൽ ഇപ്പം അഗെയിൻ ഒരു വെഞ്ചർ സ്റ്റുഡിയോ ബിൽഡ് ചെയ്യുന്നുണ്ട്. വെഞ്ചർ സ്റ്റുഡിയോയിൽ അവർ ചെയ്യുന്നത്, അവർ കൺസൾട്ട് ചെയ്യുന്ന കമ്പനി ഇൻവെസ്റ്റബിൾ കമ്പനി ആയിരിക്കും. അതായത് ഒരു സൈക്കിൾ പോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി അവർ കൺസൾട്ട് ചെയ്യുള്ളൂ, അവർ കൺസൾട്ട് ചെയ്യുന്ന കമ്പനി അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഈദർ ക്യാൻ ഹാപ്പൻ ഫസ്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിക്കും. So the consultant is part of the company. Consultant is part of the company. And at times consultant is more relevant than founder. അങ്ങനെയുണ്ട്. ചില കാര്യത്തിലൊക്കെ ഫൗണ്ടറെക്കാളും വോയിസ് കൺസൾട്ടന്റിനായിരിക്കും. ബിക്കോസ് ഹീസ് ഗോയിങ് ടു ബി ദി ഇൻവെസ്റ്റർ ആസ് വെൽ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസാണ്. അപ്പൊ രാഹുൽ ഈ പറഞ്ഞ പോലെ തുടങ്ങിയ സമയത്ത് ഞാനും രാഹുലിന്റെ നമ്മുടെ ഐഡിയേഷൻ സ്റ്റേജിലും ഇതിന്റെ ഒരു SOP ബിൽഡിംഗ് പരിപാടിയിലൊക്കെ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അന്നേ ലൈക്ക് ഞാൻ എക്സിറ്റ് ആയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ കൺസൾട്ടിങ് കമ്പനിയുടെ ഭാഗമാവാൻ അല്ലെങ്കിൽ ഈ വെഞ്ചർ സ്റ്റുഡിയോയുടെ ഭാഗമാവാനുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ചൂസ് ടു സേ നോ
ഫോർ ദി സെയിം റീസൺ. ഞാൻ ഈ റീസൺ അല്ല ആക്ച്വലി എന്റെ റീസൺ, ഞാൻ മൾട്ടിപ്പിൾ റീസൺസ് പറഞ്ഞതിൽ പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് എന്റെ ആ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി പോകുന്നുള്ളതാണ്. കാരണം ഇതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ള കാര്യമൊന്നല്ല. ഏത് ചെറുപ്പം മുതലേ ഞാൻ ഭയങ്കര റിസ്ക് ടേക്കിംഗ് ആണെന്നല്ല. ഞാൻ എങ്ങനെയൊക്കെയോ സംരംഭകരായി, എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടപ്പ് തുടങ്ങി. സേഫ് കളിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ആരും അങ്ങനെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയോട് കൂടി ജനിച്ചവരോ ഒന്നുമല്ല. സാഹചര്യങ്ങളാണ് അവരങ്ങനെ മാറ്റുന്നത്. അപ്പൊ എന്നെ മാറ്റിയ സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇന്റർവെല്ലിലേക്ക് എക്സ്പോസ്ഡ് ആവുന്ന കുറെ കാര്യങ്ങൾ, അവിടെ വരുന്ന കുറെ റിസ്കുകൾ. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, എന്നെ സാഹചര്യങ്ങൾ ഒരു റിസ്ക് ടേക്കിംഗ് മനുഷ്യനാക്കി മാറ്റി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റിസ്ക് ടേക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ള മെന്റാലിറ്റി ഉള്ള ഒരാളാക്കി മാറ്റി. ഇതേ കൺസൾട്ടിങ് എന്ത് ചെയ്യും, ആ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ഒരാളാക്കി മാറ്റി കഴിഞ്ഞാൽ ലൈഫിൽ എനിക്ക് ഒരു പരിപാടി തുടങ്ങാം. ഒരു സൈഡ് ബെഞ്ചർ ആക്കോ, ഒരു കോച്ചാക്കോ, അങ്ങനത്തെ രീതിയിൽ കളിക്കാൻ പറ്റാതെ സൈഡിലേക്ക് ആക്കോ എന്നുള്ള സാധനം. അതെ, ഒരു കോച്ച് ചിന്തിക്കുന്ന പോലെ അല്ല പ്ലെയർ ചിന്തിക്കുക. മേ ബി സോ യു വാണ്ട് ടു ബി റെലവന്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഒരു പ്ലെയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാ. മേ ബി യു ആർ. നാളെ രാവിലെ ആണെങ്കിലും കോച്ചിലേക്ക് ഇപ്പൊ നോക്കുന്നില്ല, മേ ബി ഫ്യൂച്ചറിൽ നോക്കിയേക്കാം. അതെ, അപ്പൊ ദ ഹോൾ പോയിന്റ് ഈസ് ദിസ്: വൺസ് ഒരു കോച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലെയർ ആവാൻ പറ്റില്ലേ എന്നുള്ള ഭയം. ഓക്കെ, അതാണ് ഞാൻ കോച്ചാവാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പ്ലേയിലേക്ക് തന്നെ ഇറങ്ങാം. സോ എല്ലാവരും സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള, ഒരുപാട് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തിട്ടുള്ള, സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം അതിൽ ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ ശരിക്കും ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ കോർ ടെക് ആളുകളുണ്ട്, കോർ മാർക്കറ്റിംഗ് ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കെയ്നീസ് കോർ ടെക്, എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. നീ ചില സമയത്ത് മാർക്കറ്റിംഗ് ആണ്, ചില സമയത്ത് ടെക് ആണ്. ഏതായാലും ഇന്ന് ടെക് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ആസ് ഓഫ് ടുഡേ ടെക് ആണെന്ന് വിചാരിക്കുന്നു. കാരണം ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ടെക്കിലാണുള്ളത്. സ്റ്റെഫിൻ പ്യൂർ മാർക്കറ്റിംഗ് ആണ്, പ്ലസ് ഓപ്സ് അല്ലെ, സ്ട്രാറ്റജി, ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്തത്. ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, 100% മാർക്കറ്റിംഗ് ആണ്. ടെക് പ്ലസ് മാനേജ്മെന്റ് അങ്ങനെയാണ്. അപ്പൊ മിക്സഡ് ഓഡിയൻസ് ആണ്. അപ്പൊ ലെറ്റ്സ് സേ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു പുതിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിരിക്കും. ഫസ്റ്റ് ടൈം ഫൗണ്ടർ. ഞാൻ 2026 മെയ്യില് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് തരുന്ന ഉപദേശം എന്തായിരിക്കും? ലൈക്ക് ഈ ടെക് ആണോ, അതായത് പ്രൊഡക്റ്റ് ആണോ, അതോ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡ് ആണോ ഫസ്റ്റ് പ്രയോറിറ്റി? നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യാം, അതിന് ഒരു റീസണും പറയാം. സോ പ്രൊഡക്റ്റിന് ടെക് ഫസ്റ്റ് പറഞ്ഞു, ഫൗണ്ടേഴ്സ് നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. റമീസ് ആക്റ്റീവ്ലി റമീസിന്റെ ട്വീറ്റ്സ് ഓർ ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് ട്വീറ്റ് ചെയ്യുന്ന ആളാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ട്വീറ്റ് പ്ലാറ്റ്ഫോം പോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ ട്വീറ്റ്സ് വെറൈറ്റി ആണ്. അത് റീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഈസ് റീലി അഗെയിൻസ്റ്റ് ഈ നോയ്സ് പുട്ട് ഔട്ട് ചെയ്യണമല്ല. റിയലി ഫൗണ്ടേഴ്സ് ഇന്ന് മേ ബി ഏറ്റവും കൂടുതൽ ഫൗണ്ടേഴ്സ് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻസിലായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ആ ഫൗണ്ടർ CEO ഡെയിലി ഡേ എങ്ങനെയാണ്, മോർ ദാൻ പ്രൊഡക്റ്റ് ബിൽഡിങ്ങിൽ അവരെ കണ്ടന്റ് ക്രിയേഷൻ സൈഡിലായിരിക്കാം നിൽക്കുക എന്നുള്ള സ്പേസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞപ്പോ ഇതിന്റെ ഒരു ആൻസർ എന്നുള്ള നിലക്കില്ല, പക്ഷെ ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള വേറൊരു പരിപാടി പറഞ്ഞുതരാം. ഈ ക്രൈവ് അനൗൺസ് ചെയ്തത് ഇനീഷ്യലി നല്ല നോയ്സ് ആയിട്ടായിരുന്നു. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് നോയ്സ് ക്രിയേറ്റ് ചെയ്തതല്ല. ഫോർ സം റീസൺസ് ഒബ്വിയസ്ലി നിവിൻ കോ-ഫൗണ്ടർ ആയിട്ട് വരുമ്പോൾ ഒരു നോയ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ അന്ന് ആ സ്പേസിൽ ചെയ്തപ്പോൾ കുറച്ച് നോയ്സ് ഓൾറെഡി ക്രിയേറ്റ് ആയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സൂപ്പർ 20 വരുന്നു. നമ്മൾ ഇനീഷ്യലി കുറച്ച് ആളുകളൊക്കെ നമ്മൾ ടീമിന്റെ പാർട്ടാക്കുന്നു. നമ്മളൊരു കമ്മ്യൂണിറ്റി പോലെ അത് ട്രൈ ഔട്ട് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1 month ബിഫോർ ഒരു ദിവസം രാവിലെ എനിക്ക് കോൾ വരുന്നു. അപ്പോൾ അൺനോൺ നമ്പറാണ്. യൂഷ്വലി ഇപ്പം കോൾ സ്ക്രീനിങ് ഫീച്ചർ വന്നതുകൊണ്ട് തന്നെ ഞാൻ റീസൺ കേട്ടിട്ടാണ് ഫോൺ എടുക്കല്. പക്ഷെ അന്ന് എന്തോ ഫ്രീ ആയപ്പോൾ ഞാൻ പിന്നെ എനിക്ക് നെയിമും കാണാം. ഞാൻ സേവ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സീ നെയിം. അങ്ങനെ ഞാൻ കോൾ എടുത്ത്. അപ്പൊ കോൾ എടുത്തപ്പോൾ എന്നോട് ഒരാൾ പേര് പറഞ്ഞു, എന്റെ പേര് ഇതാണ്, ഇന്ന സ്ഥലത്താണ് വിളിക്കുന്നത്, എന്താണ് ക്രൈവ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരാ വിളിക്കുന്നത്, പേര് പറഞ്ഞു. അതല്ല എന്തിനാ വിളിക്കുന്നത്, കാരണം പല ആളുകൾ നമ്മളെ വിളിക്കും. ഇപ്പൊ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വിളിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരോട് പറയുന്ന ക്രൈവ് ഡിഫറെന്റ് ആണ്. മീഡിയ വിളിക്കും. പിന്നെ ഇപ്പം നിവിൻ കോ-ഫൗണ്ടർ ആയതുകൊണ്ട് തന്നെ പല വേറെ കൈൻഡ് ഓഫ് മീഡിയ, സോഷ്യൽ മീഡിയ ചാനൽസ്, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ മേ ബി അവരാണെങ്കിൽ വേറെ ആയിരിക്കും. ഇനി ഒരാൾ ജോലി അന്വേഷിച്ച് വിളിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത് വേറെയാണ്. അപ്പൊ പല ആൾക്കാരോട് നമ്മൾ പല കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ? അപ്പൊ ആളുടെ പേരാണ് പറയുന്നത്, ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്, ഞാൻ ക്രൈവിനെ കുറിച്ച് അറിയാനാണ് വിളിക്കുന്നത്. അല്ലേ, നിങ്ങൾ എന്തിനാ വിളിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. എന്താണ് നിങ്ങളുടെ ആവശ്യം?
അപ്പൊ ആവശ്യം എന്താന്ന് ചോദിക്കുമ്പോൾ ആള് പറയുന്നത് എനിക്ക് ക്രേവ് അറിയണം. ക്രേവ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ റോങ് ആയിട്ടല്ല പറയാം, ഞാൻ കാരണം ആൾക്ക് പറഞ്ഞു മനസ്സിലായി. ക്രേവിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറയണ്ടേ, നമ്മള് ക്രേവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ക്രേവ് പറഞ്ഞു തരണ്ടേ. അപ്പൊ ആൾ ഇങ്ങോട്ട് റോങ് ആലോടെ നമ്മള് ക്രേവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല സോ ആയിട്ട് വെച്ച്. അപ്പൊ ബേസിക്കലി ഇപ്പോ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പബ്ലിക്ലി തന്നെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത എല്ലാവരിലും ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും എല്ലാതും അറിയണം. ഈ സൂപ്പർ 20 ആരാണ് ഹയർ ചെയ്യപ്പെട്ടത്, അവരെന്തുകൊണ്ട് ഹയർ ചെയ്തു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു വന്ന അപ്ലിക്കൻസ് ഒക്കെ ഉണ്ട്. ഇന്ന ആളുടെ പേരയിലുണ്ടോ, ഇതിലിരിക്കുന്ന ഒരാളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്ന ആളെ നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ, എന്തിനാണ് നിങ്ങൾ അയാളെ സെലക്ട് ചെയ്തത് ചോദിച്ചിട്ട്. അപ്പൊ അയാളെ സെലക്ട് ചെയ്തതിന് എനിക്കൊരു റീസൺ ഉണ്ട്. ആരോ ആയിക്കോട്ടെ, അയാള് ഒരു ഫൗണ്ടർ എന്റെ അടുത്ത് ചോദിച്ചതാ, എനിക്ക് അറിയുന്ന ആളും കൂടെ എന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ അയാളെ ഞാൻ സെലക്ട് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ സെലക്ട് ചെയ്തു. അതിന് ക്രൈറ്റീരിയ ഉണ്ട്. അല്ല, ആ ക്രൈറ്റീരിയ എന്താണ് അതെനിക്ക് അറിയണം. അപ്പൊ അത് ശരിക്കും അയാൾ ചോദിക്കുന്നതിന്റെ റെലവൻസ് എന്താ? ഇത് എന്റെ ഇഷ്ടമല്ലേ, എനിക്ക് ബിൽഡ് ചെയ്യും. ചിലപ്പോ ഞാൻ പൂട്ടും, അല്ലെങ്കിൽ ചിലപ്പോ ഞാനിത് മടിയനടി ഞാൻ ഒരു 2 ദിവസം ഒന്നും ചെയ്യൂല. ചിലപ്പോ ഞാൻ 100 ആൾക്കാരെ ഹയർ ചെയ്യും, ചിലപ്പോൾ 50 ആൾക്കാരെ ഫയർ ചെയ്യും. ഇത് 50 ആൾക്കാരെ ഫയർ ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഫയർ ചെയ്യപ്പെട്ട ആളാണ് അന്വേഷിക്കാം. പക്ഷെ ഔട്ട് ഓഫ് നോവർ ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ബിൽഡ് ചെയ്യണമെന്ന് എന്നോട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഹയർ ചെയ്ത് എന്തിന്, ഇതൊക്കെ എന്നോട് പറയണം. ഇതൊക്കെ നിങ്ങൾ പബ്ലിക്ലി ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ ഞാൻ നാട്ടിലെ MLA അല്ലല്ലോ, ഞാൻ എന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫൗണ്ടർ അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പബ്ലിക്ലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഇതൊക്കെ, കമ്പനിയുടെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഈ റീസൺസ് കാരണമായിരിക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഒരുപാട് പേര് പബ്ലിക്ലി ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും പബ്ലിക്ലി ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു സാധനമാണ് അതിൽ വരുന്നത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഇന്റർവെലിന്റെ കേസിൽ, ഇന്റർവെൽ വാസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ 2018, കോവിഡിന്റെ ഒക്കെ ഒരുപാട് മുന്നേ. 2018 ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2019 കഴിഞ്ഞു, 20 കഴിഞ്ഞു. 20 സമയത്താണ് നമുക്ക് ലോക്ക്ഡൌൺ ഒക്കെ വരുന്നത്. ലോക്ക്ഡൌണും കഴിഞ്ഞ് 2021 നമുക്ക് റവന്യൂവിൽ ഒരു സ്പൈക്ക് ഒക്കെ വരുന്നത്, ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം. അതും കഴിഞ്ഞ് 2022 വി ഹാഡ് അറൌണ്ട് 10 crore റവന്യൂ, ഇയർലി റവന്യൂ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് 2023 ഇന്റർവെലിനെ കുറിച്ച് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലുള്ളവർ അറിഞ്ഞു തുടങ്ങുന്നത്. ഈവൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലത്തെ നോഡൽ ഏജൻസീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ആവട്ടെ, എല്ലാവരും ഇന്റർവെലിന് അറിഞ്ഞു തുടങ്ങുന്ന ആ സമയത്താണ്. കാരണം ഇന്റർവെലിന് അന്നോ ഇന്നോ എവിടെയും ബിൽ ബോർഡ്സ് ഇല്ല, അതുകൊണ്ട് ജനറൽ പബ്ലിക് അറിയില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് മാത്രമേ നമ്മൾ അറിയുള്ളൂ. ചില ടെക്കുകൾക്കൊക്കെ ബിൽ ബോർഡ്സ് ഉള്ളത് കൊണ്ട് നാട്ടിൽ എല്ലാവർക്കും അവരറിയാം, ബ്രാൻഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്റർവെലിന് അങ്ങനെ അറിയില്ല. കാരണം ഇന്റർവെലിന്റെ ഒരു മാർക്കറ്റിംഗ് തിയറിയും ഫിലോസഫിക്ക് ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ ബിൽ ബോർഡ്സിനൊക്കെ എതിരായിരുന്നു അന്നേ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, കയ്യിൽ പൈസ ഇല്ലാത്തത്. 2, ഈ പറഞ്ഞ ഫിലോസഫി, ഞങ്ങൾ അത് വേണ്ട, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം, ടു ദി ഓഡിയൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബേസിക്കലി 2023 ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത്. സോ ഈ 2023 നോയ്സ് തുടങ്ങുന്ന സമയം വരെ വി ഹാഡ് 5 years. ഈ 5 yearsലാണ് ഇന്റർവെലിന്റെ എല്ലാ ഫൗണ്ടേഷനും ബിൽഡ് ചെയ്തത്, ഇന്റർവെലിന്റെ കൾച്ചർ ബിൽഡ് ചെയ്തത്, ഇന്റർവെലിന്റെ ഇനീഷ്യൽ പീപ്പിളിനെ ബിൽഡ് ചെയ്തത്. 2023 ആകുമ്പോഴേക്കും നമുക്ക് 100-150 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ 100 എംപ്ലോയീസ് ആവുന്ന ആ ജേർണി ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക്ലി ബിൽഡ് ചെയ്തൊരു സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അനുഭവിച്ച കുറെ ലിവറേജസ് ഉണ്ട്. ആ ലിവറേജസ് എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്രൈവ് ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പല കൈൻഡ് ഓഫ് ക്രൈവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ കാണാം. ആകെ 100-150 ഫോളോവേഴ്സ് ഒന്നും ഉള്ളൂ, പക്ഷെ മെസ്സേജസ് ഉണ്ടാവും. എന്താ സ്റ്റോറി ഒന്നും ഇടാത്തത്, എന്താ പോസ്റ്റ് ഒന്നും ഇടാത്തത്. പോസ്റ്റ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ക്രൈവിനെ സംബന്ധിച്ച് B2C സെഗ്മെന്റ് അല്ല, അത് മോർ ഇൻടു B2B, അല്ലെങ്കിൽ B2B2G, അല്ലെങ്കിൽ B2G2B അങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ B2G അങ്ങനെയൊക്കെ വരുന്നത്. ബേസിക്കലി പോസ്റ്റ് ഇടുന്നില്ല. സോ വാട്ട്, ആളുകൾ ചോദിക്കും. ഒരു ഫസ്റ്റ് ടൈം ബിൽഡറെ സംബന്ധിച്ച് ഐ എം കേപ്പബിൾ ഓഫ് ബിൽഡിംഗ് സംതിങ് എന്നുള്ളത് പുട്ട് ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ഒരു ഫൗണ്ടർ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യലോ, ഒരു ഇൻവെസ്റ്റർ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യലോ മൈ നോട്ട് ബി ദാറ്റ് ഈസിയർ. ഐ മീൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരാളെ നോക്കുമ്പോൾ. അപ്പോൾ ആൾക്ക് ഒരു മേ ബി ഒരു ഈ നോയ്സ് വെച്ചിട്ട് ആൾക്കാർക്ക് എത്തല് മച്ച് മോർ ഈസിയർ അല്ലേ? ഈസിയർ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മനോരമ എലിവേറ്റ്, നമ്മളൊക്കെ ഷാർക്ക് ടാങ്ക് ഇന്ത്യക്ക് ബദലായിട്ട് കേരളത്തിലുള്ള മലയാളികൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. ഈ മനോരമ എലിവേറ്റിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊരു ചാനലാണ്. സോണി അവരുടെ റേറ്റിംഗ് നോക്കുന്ന പോലെ തന്നെ മനോരമ അവരുടെ റേറ്റിംഗ് നോക്കും. മനോരമ എലിവേറ്റിൽ ആദ്യത്തെ ഒരു 20 കാൻഡിഡേറ്റ്സിനെ അവർ സെലക്ട് ചെയ്യാൻ മേ ബി അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ നോയ്സ് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പം ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് നോക്കിയിട്ട്, കാരണം പോസ്റ്റൊക്കെ കൊളാബ് ചെയ്യല്ലോ,
എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അവരുടെ ഇൻഹൗസ് ടീമുമായിട്ടല്ല, ബട്ട് ഞാൻ ഐ എം അസ്യൂമിങ് മേ ബി ഹെൽപ്പ് ചെയ്യും. അപ്പം മേ ബി ഈ നോയ്സ് ക്യാൻ ഹെൽപ്പ് യു ടു ഗെറ്റ് ഓൺ ദി സ്റ്റേജ്, ബട്ട് ഇറ്റ് വിൽ നെവർ ഹെൽപ്പ് യു ടു റേസ് ഫണ്ട്സ്. പ്രൊഡക്റ്റ് മാറ്റേഴ്സ്. അത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അത് ടെലികാസ്റ്റ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് അവർ ഡി ചെയ്യും. ഡി ചെയ്യുമ്പോൾ അവർ വെരി ക്ലോസ്ലി ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, വാച്ച് ചെയ്യും. എന്നിട്ടാണ് അവർ ഫണ്ട് തരണോ വേണ്ട തീരുമാനിക്കുകയുള്ളൂ. അപ്പൊ ഫണ്ട് റേസ് ചെയ്യാനാണെങ്കിൽ നോയ്സിനെ കൊണ്ട് കാര്യമില്ല. ബട്ട് റീച്ചിങ് ഓൺ ദ സ്റ്റേജ്, ആ റീച്ചിൽ എത്തിയിട്ട് അത് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ലെറ്റ് മീ ആഡ് ഓൺ. ഇതൊരു B2B സെഗ്മെന്റിൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് വർക്ക്സ്. ബട്ട് ഒരു B2Cയിലാണ് എങ്കിൽ യു നീഡ് എ നോയ്സ് ഫ്രം ഡേ വൺ. വൈ? ബിക്കോസ് പറയാം, ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് വെച്ചാൽ നീ 2-3 എക്സാമ്പിൾസ്. ഓക്കെ, മേ ബി ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുൽവ ആക്ച്വലി ബോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ എക്സ്പോഷർ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇൻവെസ്റ്റ്മെന്റ്. ലെറ്റ്സ് അസ്യൂം ഇതൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചോ. ബട്ട് ഞാനുള്ള ഒരു പേഴ്സൺ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണ പോലെയല്ല അമാൻ ഗുപ്ത ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. അത് മനസ്സിലായി. ഫൗണ്ടേഴ്സ് എവിടെയാണ് നോയ്സ് ക്രിയേറ്റ് ചെയ്തത്? ഫൗണ്ടേഴ്സ് ഓൾറെഡി ഡേ വൺ അവരെ നോയ്സ് ക്രിയേറ്റ് ചെയ്ത് വന്ന ഫൗണ്ടേഴ്സ് ആണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. മേ ബി പ്രൊഡക്റ്റ് ഡേ വൺ തൊട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്റെ ബെസ്റ്റാണ്. ഞാൻ വിചാരിക്കുന്ന അതാണ് ലോകത്തെ ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റ് എന്നാ. ബട്ട് ഞാൻ വേറെ ആരോടും പറയാതെ ഞാനൊരു 1 year ഒരു 6 months വർക്ക് ചെയ്ത പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മേ ബി അത് മാർക്കറ്റ് റെഡി ആവാതിരിക്കാം. മേ ബി അതല്ലായിരുന്നു ആൾക്കാർക്ക് വേണ്ടതെന്ന് മനസ്സിലാവാം. എന്നിട്ട് അന്ന് പിവറ്റ് ചെയ്യുമ്പോൾ എന്റെ എനർജി ലൂസ് ചെയ്യാൻ. ബട്ട് ഒരു ഡേ വണ്ണിലെ ഒരു B2C സെഗ്മെന്റിലേക്ക് വരുമ്പോൾ മേ ബി ഈ നോയ്സിലൂടെ യു നോ വാട്ട് ഓഡിയൻസിന് എന്താ വേണ്ടതെന്ന്. മേ ബി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് അറിയാം പ്രൊഡക്റ്റ് ഇതാണ് ആൾക്കാർക്ക് വേണ്ടത്, ഇതിന് ആൾക്കാർ പേ ചെയ്യാൻ റെഡിയാണ്. അല്ല നമ്മളൊരു പ്രൊഡക്റ്റ് ഫണ്ട് എൻഡ് ഓഫ് ദ ഡേ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ആൾക്കാർ പറയണ്ടേ ഇതല്ലായിരുന്നു വേണ്ടേ. B2B സെഗ്മെന്റ് ഇന്റർവെല്ലൊക്കെ ചെയ്ത പോലെ ഞാൻ ഇന്റർവെൽ B2C ആയിരുന്നു, പക്ഷെ എനിക്ക് B2C തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. ഓക്കെ, മേ ബി പ്രൊഡക്റ്റിൽ അത്ര ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഗോ ത്രൂ. അല്ല, പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. പെർഫെക്റ്റ് ആവണമെന്നല്ല, മേ ബി പിവറ്റ് ചെയ്യാം. മേ ബി ഒരു ആമസോൺ ഒരു ബുക്ക് സെല്ലറിന്ന് ദേ ആർ സെല്ലിങ് എവരിത്തിങ്. അപ്പോ അത് അന്നേ പുള്ളി എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ആരും സമ്മതിക്കില്ലായിരുന്നു. അതൊരു ഹ്യൂജ് ഗട്ട് ഫീലിംഗ് വലുതാണ്. ഇപ്പോഴത്തെ സിനാരിയോ എടുക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യുന്ന പോലെ നമുക്കൊരു വെബ് പേജ് ബിൽഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ബാക്കിലൊന്നുമില്ല, അതായത് ഒരു ടൂളൊന്നുമില്ല. പക്ഷെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഒരാൾ ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു വലിയൊരു AI ടൂളാണ് അത് ബിൽഡ് ചെയ്തത്. കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു AI ടൂൾ. ലിറ്ററലി അതിൻ്റെ ഐഡിയ നല്ലതായിരുന്നു ഐഡിയ. പക്ഷെ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്, ഡെയിലി കോണ്ടന്റ് ഉണ്ട്, ഡെയിലി ആൾക്കാരെ വരുന്നുണ്ട്. ലിറ്ററലി ആ AI ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, ആ ഒരു ടൂൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ പുള്ളി പിവട്ട് ചെയ്തു. പുള്ളി അത് കോഴ്സാക്കി സെല്ല് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ടൂൾ ഇപ്പോഴും ഇല്ല. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എന്തിനാണ് ആ പ്രൊഡക്റ്റിൻ്റെ റൈറ്റ് ICPയിലേക്ക് നമ്മൾ ചെയ്യുന്ന നമ്മളെ വോയിസ് അവിടെ എത്തണം. ആ വോയിസ് കണ്ടിട്ട് അവർ വരണം. നമ്മൾ റീറ്റെയിൻഡ് ആയിട്ട് അവർ നമ്മൾ കസ്റ്റമേഴ്സ് ആയിരിക്കണം. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും എല്ലാത്തിനെ പറ്റി അറിയണമെന്നില്ല. ഓക്കെ, മേ ബി റൈറ്റ് ICPനെ ആ നോയ്സ് എത്തിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദി റൈറ്റ് ICP അറിയണം ആ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അവിടെയാണ് നോയ്സിന്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ് വരുന്നത്. നോയ്സിൽ നമുക്ക് റൈറ്റ് ICPയിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഈ ഫുൾവേയുടെ കേസ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ബ്രാൻഡിന് എടുക്കണ്ട, നമുക്ക് ഹൽവ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് എടുക്കാം. നമ്മളൊരു നോയ്സ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൽവ ബ്രാൻഡാണ്, 1 നോയ്സ് ക്രിയേറ്റ് ചെയ്തു. നമ്മളെല്ലാവരും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ബ്രാൻഡിലേക്ക് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നും. നമ്മളെല്ലാവരും ഒരു ഹൽവ മേടിച്ചു. നമ്മളെ കൊണ്ട് ആ രണ്ടാമത് ഹൽവ മേടിക്കുന്ന ഫാക്ടർ എന്താ? പ്രൊഡക്റ്റ് ആണ്. അപ്പം വൺസ് ഞാൻ ഈ സംഭവം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമ്മളെപ്പോലെ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റൈറ്റ് ICP എന്താന്നുള്ളത് ഇവർക്ക് അനലൈസ് ചെയ്യാൻ ഒരു ഡാറ്റയും ഉണ്ടാവില്ല. അതായത് രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ആ കസ്റ്റമേഴ്സ് ആരാ ഈ ടോട്ടൽ കസ്റ്റമേഴ്സിൽ എന്നുള്ളത് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. റിട്ടൻഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ സെയിം ബ്രാൻഡായിട്ട് ആക്സസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ആക്ച്വലി ഇതിന് വൺ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ആക്സസ് ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആക്ച്വലി ഒരു 10 times ഇപ്പൊ ബെറ്റർ ആയത് ആഫ്റ്റർ ദിസ് എലിവേറ്റ്, ആഫ്റ്റർ ദിസ് പ്രോഗ്രാം കഴിഞ്ഞ എൻ്റയർ പ്രൊഡക്റ്റ് സ്കെയിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്ന പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ആയത്. പ്രൊഡക്റ്റ് കൊള്ളൂല എന്നുള്ളതല്ല, പ്രൊഡക്റ്റ് മേ ബി ബേസിക് നെസസിറ്റീസും സാധനവും ബിൽഡ് ചെയ്തിരുന്നു, സ്റ്റോറിയും ബിൽഡഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റയർലി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി ടു ഗെറ്റ് ദ ഇത്. അത് മേ ബി ആളുടെ ഇൻവെസ്റ്റ് നേരത്തെ ഇതിന് മുമ്പത്തുണ്ടായിരുന്ന ഇൻവെസ്റ്ററിന്റെ ഫൗണ്ടേഴ്സ് ഓഫീസായിട്ട് ബ്രദർ വർക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ആക്സസ് ഉണ്ടായി.
പ്രൊഡക്റ്റ് എപ്പോഴും വീട്ടിലും വരുമായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് നല്ലതായിരുന്നു, ബട്ട് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ആയി. മേ ബി ആ റിട്ടൻഷന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയത്, ബട്ട് അറ്റ് ദ എൻഡ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്ററിന്റെ ആക്സസ് കഴിഞ്ഞിട്ടാണ്. അതെ, ക്വാളിറ്റി ഇമ്പ്രൂവ് ആയത് ഇൻവെസ്റ്ററിന്റെ ആക്സസ് കാരണമാണ്, അല്ലാതെ നോയ്സ് മൂലം ഉണ്ടായിട്ടുള്ള നോയ്സ് മൂലമാണ് ഇൻവെസ്റ്റർ കിട്ടിയത്. അതൊക്കെ അത് ഈ D2C ബ്രാൻഡിന്റെ സെഗ്മെന്റിൽ മാത്രം നടക്കുന്ന കാര്യം. മേ ബി. പിന്നെ അമാൻ ഗുപ്ത വുഡ് നെവർ ഇൻവെസ്റ്റ് ഓൺ നോയ്സ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. അമാൻ ഗുപ്ത won't be investing in noise. അപ്പോൾ ഒരിക്കലും നോയ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അവർ നല്ല ബ്രാൻഡ് ആയിരിക്കും, നല്ല ഫൗണ്ടേഴ്സ് ആയിരിക്കും, അവർക്ക് നല്ല ICP അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവർ ഇൻവെസ്റ്റബിൾ ബ്രാൻഡ് ആയതുകൊണ്ടാണ് അമ്മാൻ ഗുപ്ത ഇൻവെസ്റ്റ് ചെയ്തത്. അല്ലാതെ ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ. ഇൻവെസ്റ്റർ മേ ബി ആ നോയ്സിന്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അത് ഇമ്പ്രൂവ് ആക്കി എടുത്തായിരിക്കാം. ഹി ഈസ് നോട്ട് എ റൈറ്റ് ഇൻവെസ്റ്റർ. നോയ്സിന്റെ പുറത്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ റൈറ്റ് ഇൻവെസ്റ്റർ അല്ല. ഹി കാൺ കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി. ബേസിക്കലി അയാൾക്കും നോയ്സ് വേണം, അതുകൊണ്ടാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഐ നോ എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ D2C brands or even edtechs. ഇൻവെസ്റ്റ്മെന്റിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കോണ്ടന്റ് ചെയ്യുന്നവരുണ്ട്. ഇനി ഇന്ന ബ്രാൻഡിന്റെ ഇൻവെസ്റ്റർ ആണ് എന്ന് പറയാനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. ബിക്കോസ് ദ ബ്രാൻഡ് ഹാസ് ഓൾറെഡി ക്രിയേറ്റഡ് എ നോയ്സ്. ആ നോയ്സ് യൂസ് ചെയ്യാൻ ദിസ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ വാണ്ട്സ് എ പീസ് ഓഫ് ദാറ്റ് നോയ്സ്. അതാണ് റീസൺ. അങ്ങനെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് കാര്യം? ഈ നിർമ്മല സീതാരാമൻ ഇന്റർവെല്ലിനെ പറ്റി പറഞ്ഞില്ലേ, അതിനുശേഷം വല്ല എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഹെവി ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഹെവി കസ്റ്റമേഴ്സ് ആരും അങ്ങനെ വലിയൊരു പെർസെന്റേജ് ഇൻക്രീസ് ആയില്ല. ഒരു 1% പോലും മൂവ് ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഒരു കുട്ടി എവിടെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് മോർ ഇൻ ടു K8 സെഗ്മെന്റാ. 10th or 12th കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അപ്സ്കില്ലിങ്ങോ അല്ല, K8 ആണ് നമ്മുടെ കോർ. KG2 ക്ലാസ് 8, അതായത് 2.5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ അവിടെ സ്റ്റുഡന്റ് അല്ല പെർച്ചേസ് ചെയ്യുന്നത്, ഈവൻ സ്റ്റുഡന്റിന് വേണ്ടിയിട്ടല്ല പെർച്ചേസ് ചെയ്യുന്നത്. പാരന്റ് ഈസ് ആക്ച്വലി ബൈയിങ് ഫോർ പാരന്റ് ആൻഡ് കൺസ്യൂംഡ് ബൈ ദ സ്റ്റുഡന്റ്. അപ്പൊ അതിന്റെ റീസൺ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും, ഓരോ ഫാമിലിയിൽ ഓരോ റീസൺസ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നിടത്ത് നിർമ്മല സീതാരാമൻ ഒരു റോളും ഇല്ല. അത് അവിടെ പാരന്റിന്റെ വേറെ കുറെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർക്ക് ഒരു റോളും ഇല്ല. മേ ബി നിർമ്മല സീതാരാമൻ കാരണം ബ്രാൻഡ് അറിഞ്ഞിട്ടുണ്ടാവാം, മേ ബി അല്ലെങ്കിൽ ന്യൂസിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ടോ അവർ അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് കണ്ടിട്ട് തന്നെയാണ് അവർ പെർച്ചേസ് ചെയ്യുക. പിന്നെ ടിക്കറ്റ് സൈസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നില്ല. 1 year കോഴ്സസ് ഒക്കെ സമ്മർ അറൌണ്ട് 50,000 to 2 lakh. അപ്പൊ അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. വാല്യുവേഷൻ മേ ബി ഹൈ. ഇല്ല, വാല്യുവേഷൻ ഒക്കെ ഫുള്ളി നമ്പർ ബേസിസിൽ മാത്രം, നമ്മുടെ ഫിനാൻഷ്യൽസിന്റെ ബേസിസിലും പിന്നെ കുറെയൊക്കെ നെഗോഷിയേഷൻ ആണ്. ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് അത്രയും കാലം ഞാൻ റീച്ച് ഔട്ട് ചെയ്തിട്ട് റിപ്ലൈ ആക്കാത്ത കുറെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിൻസ് 2023 നമുക്ക് എല്ലാ ക്വാർട്ടറിലും അറ്റ്ലീസ്റ്റ് 1 അക്വിസിഷൻ ഓഫർ വരുമായിരുന്നു. ആ 2023 മുതലേ ഒരു 3-4 ഇയേഴ്സിൽ നമുക്ക് ആക്റ്റീവ്ലി വന്നിട്ടുണ്ട്. അതും ഇന്ത്യയിലെ ടോപ്പ് 5 edtechs എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3 ആൾക്കാരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഴ്സ് ഡയറക്ട്ലി ഫൗണ്ടർ ടു ഫൗണ്ടർ ലിങ്കിൽ മെസ്സേജ് അയച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നതിലൊക്കെ ഇതിനൊരു റോൾ ഉണ്ട്. ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി വാല്യുവേഷനിൽ നമ്മൾ ഇതൊക്കെ കൂട്ടി പറയും, ഗുഡ്വിൽ വേണമെങ്കിൽ ഗുഡ്വിൽ പറയും. ബട്ട് അൾട്ടിമേറ്റ്ലി എന്താ പറയുക, വാല്യുവേഷൻ അഗെയിൻ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിന് ഇപ്പൊ ലെറ്റ്സ് സേ സായിൽ ഒരു edtech ചെയ്യുന്നു, അതിൽ ഇതുപോലെ ഒരു ഇപ്പൊ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യയുടെ PMO പ്രസിഡന്റ് ആരെങ്കിലും ഒരാൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്നു, അപ്പൊ അതൊരു ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ആ ഗുഡ്വിൽ ക്രിയേറ്റ് ആയോന്നല്ല, ആ ഗുഡ്വില്ലിന് സായിന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ദാറ്റ് ആഡ്സ് ടു ദി വാല്യുവേഷൻ. അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. സോ അപ്പോൾ ക്രിയേറ്റഡ് ആവുന്ന നോയ്സ് ഡിസ്ട്രാക്ഷൻ ആവാതെ അതിന്റെ മേൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ഇപ്പൊ ഈ ഫുൾവേയുടെ കേസിലും അതാണ് സംഭവിച്ചത്. അവർക്ക് അത് അങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റി. ഇൻവെസ്റ്റേഴ്സ് ഇപ്പം എന്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എലവേറ്റിലോ അല്ലെങ്കിൽ ഷാർക്ക് ടാങ്കിലോ കയറുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങളെ ജനങ്ങൾ അറിയിക്കാൻ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഷാർക്ക് ടാങ്ക് US പണ്ട് ഈ ഡോർ ക്യാമിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, റിംഗ്. അപ്പൊ ഈ റിംഗ് അവിടെ നിന്ന് ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഇറങ്ങിയപ്പോഴാണ് ഈ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് മാത്രമാണ് ആ പ്രോഗ്രാം ജനങ്ങൾ അറിഞ്ഞതും ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞതും. അങ്ങനെ റിച്ചാർഡ് ബ്രാൻസൺ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് ഭയങ്കര ഹെവി ആയി. പിന്നെ ആമസോൺ ആള് തന്നെ അതില് പിന്നെ ഒരു ഇതായിട്ട് ഷാർക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെ.
അന്ന് ആ പ്രോഗ്രാമിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് കാണുന്ന റിംഗ് ആയിരിക്കത്തില്ല. അത് നമ്മളാണെങ്കിൽ ആമസോൺ വാങ്ങിക്കുന്ന സംഭവം ആയിരിക്കത്തില്ല. അത് വന്നതുകൊണ്ട് മാത്രം അവിടെ ഇൻവെസ്റ്റ്മെന്റ് വോട്ടോ അത് കിട്ടിയോ എന്നല്ല. നോയ്സ് ഈസ് ഇൻ ബാഡ്, ഇറ്റ്സ് ഹൗ യു യൂസ് ഇറ്റ്. ആ നോയ്സ് കാരണം മേ ബി പ്രൊഡക്റ്റേ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്ര അധികം അഡ്വക്കേറ്റ് ഇല്ലായിരുന്നു നോയ്സിനെതിരെ, കാരണം നോയ്സിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ആളെ കണ്ടു കഴിഞ്ഞാൽ അതിൽ 8 പേരുടെയും ഫോക്കസ് പോകുന്നതിന്റെ റീസൺ നോയ്സ് ആണ്. ബട്ട് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ. ആ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഒരു വൺ നോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള D2C ബ്രാൻഡാണ് ഇൻഡു FMCG അല്ലെങ്കിൽ ഇൻഡു FNB എന്ന് വേണമെങ്കിൽ പറയാം, ഫുഡ് ആൻഡ് ബിവറേജസ്. അവരുടെ പ്രൊഡക്റ്റ് അവർ ഇനീഷ്യലി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ആ പ്രൊഡക്റ്റിന്റെ പേരിൽ അവർ നല്ല നോയ്സ് ക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് നോയ്സ് ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒരു ബയർ പോലും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ അവരത് ക്രിയേറ്റ് ചെയ്തു. അവസാനം ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് ഇങ്ങനെ കുന്നുകൂടി. പക്ഷെ ഇതൊന്നും എന്തില്ല, അവർക്ക് പർച്ചേസ് ആക്കി മാറ്റാൻ പറ്റുന്നില്ല, സെയിലാക്കി മാറ്റാൻ പറ്റുന്നില്ല. അവസാനം ദേ ഹാഡ് ടു പിവോട്ട് ദ പ്രൊഡക്റ്റ്. ഇപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ബ്രാൻഡിന്റെ പേര് ആദ്യത്തെ പ്രൊഡക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്, രണ്ടാമത്തെ പ്രൊഡക്റ്റും ബ്രാൻഡ് നെയിമുമായിട്ട് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓക്കെ, കമ്മിങ് ടു ദ ബ്രാൻഡ് മനസ്സിലായി. ബട്ട് ആ സെയിം ബ്രാൻഡ് ഈ സെക്കൻഡ് പ്രൊഡക്റ്റിന് വാല്യുവേഷൻ ആൻഡ് സെക്കൻഡ് പ്രൊഡക്റ്റ് ഇറക്കണേ മുമ്പ് തന്നെ ദേ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ആ സെയിം ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ ഒറ്റ റീസൺ വാസ് ദ ബ്രാൻഡ് നെയിം ദേ ക്രിയേറ്റഡ് ഫ്രോം ദ ഫസ്റ്റ് ബ്രാൻഡിന്റെ ബ്രാൻഡ് സ്റ്റോറി. അത് എല്ലാം സംഭവിച്ചു, വെരി ഗുഡ്. ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ദേ ആർ സെക്കൻഡ് പ്രൊഡക്റ്റിൽ പിവറ്റ് ചെയ്തു ആൻഡ് എന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഞാൻ പറയുന്നത് അപ്പൊ അവര് ബ്രാൻഡ് നെയിം മാറ്റുമോ? ഇല്ല, അത് ആക്ച്വലി ആ സെയിം ആ ബ്രാൻഡിന്റെ ഫൗണ്ടർ ഒരു സ്കെയിലപ്പിൽ ഉണ്ടായിരുന്ന അറിയില്ല. അവസാനം ബ്രാൻഡ് പറയിപ്പിക്കുന്നോട് എത്തല്ലേ? ഓക്കെ, ഇവന്റിൽ പറയണ്ടായി ആ പ്രൊഡക്റ്റ് മേ ബി മലയാളികൾക്ക് മേ ബി യു ആർ സെല്ലിംഗ് ടു കേരള ഉള്ളെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പേര് മേ ബി ഇതായിരിക്കാം. ബട്ട് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരാളോട് എന്നിട്ട് ഇപ്പൊ കുപ്പി എന്നാണ് എന്റെ ഇതെങ്കിൽ ഞാൻ വെക്കണത് വെള്ളം അല്ലെ ഇതാണെ പോലും പേരിൽ കാര്യമില്ല. പേര് ആ ഓഡിയൻസ്, പർട്ടിക്കുലർ ഓഡിയൻസ്, ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ആ പേര് ഇതെന്താ അറിയോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് റീസൺസ് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാത്തിനും നമുക്കൊരു ആൻസർ കിട്ടുകയും ചെയ്യും. ബട്ട് അൾട്ടിമേറ്റ്ലി ആ ബിസിനസ്സിൽ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം ബിസിനസ് അല്ല, അത് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണ്. അവർ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റും ഇൻസ്റ്റാഗ്രാം ബിസിനസ് അല്ല, മേ ബി ഇൻഡു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണ്. സോ ദർ ഈസ് എ വേ ടു ഡു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. അത് കേരളത്തിൽ ഓൾറെഡി, കേരളത്തിലല്ല ഇന്ത്യയിലായാലും പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലേ ബുക്ക് ഉണ്ട്. ആ പ്ലേ ബുക്കിൽ നിന്ന് ചെറിയ പിവോട്സ് വരുത്തിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ നോയ്സിന് അവർ യൂസ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്യാനായിരുന്നു, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനോ പുതിയ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനോ സെയിൽ കൂട്ടാനോ അല്ല. അവർ ആ നോയ്സ് ക്രിയേറ്റ് ചെയ്തത് ഫാബുലസ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, അവർ ചെയ്തു, അത് ഫാന്റാസ്റ്റിക് ആണ്. അത് ചെയ്തതിന് ഞാൻ ഫൗണ്ടേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ നോയ്സിനെ അവർ കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടായിരുന്നു. അതായത് ആ ബ്രാൻഡ് നെയിമും കൊണ്ടുപോയിട്ട് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് ആ ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റണമായിരുന്നു ആ നോയ്സ് വെച്ചിട്ട്. ബട്ട് ഇൻസ്റ്റെഡ് ദേ ചൂസ് ഡിഫറെന്റ് വേസ്. മേ ബി അവർ ഇനിയും പിവോട്ട് ചെയ്തിട്ട് റെഡി ആയി വരുമായിരിക്കും. ബട്ട് ഈ പറഞ്ഞ പോലെ ആ നോയ്സും അവരുടെ ഏജും അവരുടെ മേ ബി ഡിഫറെന്റ് ആസ്പെക്ട്സ്, അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ കൂടെയുള്ള ആളുകൾ, ഇതൊക്കെ പോസിറ്റീവ്ലിയും പോവാം നെഗറ്റീവ്ലിയും പോവാം. പോസിറ്റീവ്ലി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി, ഇപ്പൊ നമ്മൾ ഫുൽവനെ പറഞ്ഞ പോലെ. അത് നെഗറ്റീവ്ലി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ അനദർ ചാപ്റ്റർ വിച്ച് വി വോണ്ട് റീഡ് എനിമോർ. അതാണ് പറയുന്നത്, നോയ്സിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. കറക്റ്റ്. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ 2023-24 ടൈമിൽ ഞാൻ കൺസൾട്ട് ചെയ്തൊരു കമ്പനിക്ക് വേണ്ടി ഇവിടെ ഗ്രേറ്റ് നോയിഡ അവിടെ ഒരു പ്രോഗ്രാം നടന്നായിരുന്നു. അന്ന് ആ പ്രോഗ്രാം അനൗൺസ് ചെയ്തത് ഈ ഇലോൺ മസ്കും മറ്റേ സൗദി രാജകുമാരനൊക്കെ വരുന്നു പറഞ്ഞ പ്രോഗ്രാം നടന്നത്, വേൾഡ് സ്റ്റാർട്ടപ്പ് കൺവെൻഷൻ. ഇതിൽ പോയ സമയത്ത് അവിടെ നല്ല പ്രൈസിന്റെ അല്ലേ, ടിക്കറ്റിനൊക്കെ നല്ല പൈസ വെച്ചിട്ട്. അതിന് പ്രൈസ് ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, താമസം എല്ലാം കൂടി ഞാനും എന്റെ കൺസൾട്ടിങ് എല്ലാവരും ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് പോയപ്പോൾ builder.ai എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയാണ് അതിൽ ഏറ്റവും വലിയ ക്ലോസ് ചെയ്ത കമ്പനി, ഏറ്റവും വലിയ പണം കൊടുത്ത് അവിടെ സ്റ്റോള് വലിയ സംഭവം ചെയ്തത് ബിൽഡർ. 2012 ഇവർക്ക് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് 450 മില്യൺ ഓവർ ടോട്ടൽ $450 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് വർഷം മുമ്പ് ഇവര് മൊത്തം പേപ്പർ സ്യൂട്ട് അടിച്ച് പോയിട്ടുണ്ട്. നോയ്സ് ഭീകരമായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം വേൾഡ് സ്റ്റാർട്ടപ്പ് കൺവെൻഷനും അത് വേറെ തന്നെ ആയിരുന്നു, അതൊരു സ്കാം ആയിരുന്നു, അങ്ങനെ ഒരു പരിപാടി നടന്നില്ല, വേറെ തന്നെ ഇതായിരുന്നു. അന്ന് അവർക്ക് നോയ്സ് ബിൽഡ് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ സെയിൽസ് കാര്യങ്ങൾ, പിന്നെ അന്ന് AI ഉപയോഗിച്ചെന്ന് പറഞ്ഞു, പിന്നെ AI അല്ല ഉപയോഗിക്കുന്നത്, അങ്ങനെ പല പ്രശ്നം കൊണ്ട് ആ കമ്പനി പോയിട്ടുണ്ട്. ഇൻഡസ്ട്രീസ് അനുസരിച്ചും ബിസിനസ് അനുസരിച്ചും നോയ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട്, നോയ്സ് ക്രിയേറ്റ് ചെയ്യാതെ പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ബിസിനസ്സസ്.
അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് സിന്തായിട്ടും കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്നത്. ആ പുള്ളി അതിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട് നന്നായിട്ട്. അതായത് സിന്തായിട്ട് ഉണ്ടായ സമയത്ത് അത്രയും ഒരു പീരീഡിൽ സിന്തായത്തിന് വേണ്ടി നമ്മൾ പ്രൊമോഷൻ കണ്ടിട്ടില്ല. എന്നാൽ കിച്ചൺ ട്രഷേഴ്സ് വന്നപ്പോൾ ഫസ്റ്റ് ഡേ 1 മുതൽ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് മാർക്കറ്റ് ഡിഫറൻസ് ആണ്, അത് പർച്ചേസിൻ്റെ ആൾക്കാർ വ്യത്യാസമാണ്. പക്ഷേ അതാ ബഡ്ജറ്റിന്റെ മാത്രമല്ല, നോയ്സ് ഉണ്ടെങ്കിൽ സക്സസ് ആവുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും വെച്ചിട്ടുള്ള D2C ബ്രാൻഡ്സ് ഉണ്ട്. അവർ പോലും സെയിൽസ് അത്ര വന്നിട്ടില്ല. ഈവൻ അതിൽ തന്നെ സക്സസ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, രൺവീർ സിംഗിനൊക്കെ പോലത്തെ. ഫെയിൽ ആയതുകൊണ്ട് ദീപിക പടുക്കുന്നത് ഫെയിൽ ആയി, രൺവീറിന്റെ സക്സസ് ആയി. രണ്ടാൾക്കും നോയ്സ് ഉണ്ട്. നോയ്സ് അല്ല അവിടുത്തെ കാര്യം. ഒരു പ്രൊഡക്റ്റ് വൺസ് സെല്ലായി, ആ നോയ്സ് വെച്ച് സെല്ലായി. പക്ഷെ രണ്ടാമത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് ഇല്ലാത്ത അത്രയും കാലം നോയ്സ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നോയ്സിനെ നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നോയ്സ് വിത്ത് എ പേർപ്പസ് ഈസ് ഗുഡ്. നമ്മൾ ഇന്ന കാര്യത്തിനാണ് നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഷെഫ് എന്ത് പറയുന്നു? അതെ. അതല്ല കുറെ നോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ആലോചിക്കുക ഈ നോയ്സിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറയുമ്പോഴാണ് ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആവുക. ആദ്യമേ ഒരു സാധനം വേണം. Why you are creating this noise and how could you use this noise? Purpose defined ആണെങ്കിൽ മേ ബി വർക്കൗട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കോൾഗേറ്റ് ഉണ്ട്, പെപ്സഡന്റ് ഉണ്ട്, എനിക്ക് അറിയാത്തൊരു പുതിയ ബ്രാൻഡ് ഉണ്ട്, അത് ഇതിനെക്കാട്ടും നല്ലതായിരിക്കും. എനിക്ക് ആ പേസ്റ്റ് ക്വാളിറ്റി വൈസ് നല്ലതാണ്, പക്ഷെ എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ കോൾഗേറ്റ് സെലക്ട് ചെയ്യുള്ളൂ. അത് ട്രൈ ചെയ്യാൻ നോക്കില്ല, കാരണം കുറേ ഉണ്ട്. ഇപ്പോൾ ഷാമ്പൂ സെക്ഷനിലൊക്കെ പോയാൽ പുതിയ ഷാമ്പൂ ഉണ്ട്, എനിക്ക് അറിയുന്നതേ ഞാൻ എടുക്കുള്ളൂ. അവർ നോയ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നു ക്വാളിറ്റിയുള്ള സംഭവമാണ്. പക്ഷെ കോൾഗേറ്റ് അത് ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ കോൾഗേറ്റ് എടുക്കുന്നു, പെപ്സഡന്റ് എടുക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ നോയ്സസ് പെർഫെക്റ്റ്. പക്ഷെ ഇതിൽ ടെക്കിലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് വന്നിട്ടുള്ള ജിയോ ബേസ് ഉണ്ട്. അത് പ്രൊഡക്റ്റ് ആയിരുന്നു, പ്രൊഡക്റ്റ് ഫസ്റ്റ് ആയിരുന്നു. പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് നോയ്സ് വന്നത്. പ്രൊഡക്റ്റ് അത്രയും നല്ലതായതുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഹ്യൂജ് നമ്പർ ഓഫ് യൂസേഴ്സ് വന്നത്. എനിക്ക് അറൗണ്ട് 200K സംതിങ് യൂസേഴ്സ് ഉണ്ട് അതിൽ. അപ്പം പർപ്പസ് ഡിഫൈൻഡ് ആണെങ്കിൽ നോയ്സ് ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാം. 100%.